സംബന്ധിച്ച് എനിക്ക് ഭംഗിയായിട്ട് വിശദീകരിച്ച് തന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത് പിന്നെ നവമസ്കന്ധത്തിലേക്ക് കിടക്കുമ്പോൾ അവിടെ എന്താ പറയുക, അംബരീഷ ചരിതം എന്ന് പറയുന്ന ഒരു ശ്രേഷ്ഠതമമായ കഥാഗോളമുണ്ട്. ആ അംബരീഷ ചരിതത്തിലെ ഭഗവാനോടുള്ള ഭക്തി കൊണ്ട് ഭഗവാൻ തൻ്റെ സുദർശനം ഭക്തന് കൊടുത്തു. മോനെ ഇച്ചിരി കൂടിയും കുറച്ചൊരു അല്ലേ അവരുടെ ചെവി പൊട്ടിപ്പോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇച്ചിരൂടെ മുകളിലിട്ടാ അംബരീഷ ചരിതം ഭഗവത് ഭക്തി കൊണ്ട് എങ്ങനെ സുദർശനം കിട്ടാം, അല്ലെങ്കിൽ ഭഗവാൻ തന്റെ ഭക്തന് തൻ്റെതായിട്ടുള്ളത് എന്തും കൊടുക്കും എന്നതിനുള്ള ഒരു തെളിവാണ്. രക്ഷയ്ക്കായിട്ട് ഭഗവാൻ അവിടെ ഉണ്ടാവും. ഭക്തന്റെ അടുത്ത് എപ്പോഴും ഭഗവാൻ രക്ഷയ്ക്കായിട്ട് ഉണ്ടാവും. അങ്ങനെ സുദർശനം കൊടുത്തിട്ട് പരീക്ഷത്തിനെ ഭംഗിയായ രീതിയിൽ സംരക്ഷിച്ചു. തന്നിലേക്ക് വന്ന കൃത്യയെ പോലും ആ സുദർശനം നിഗ്രഹിച്ചിട്ട് അത് പറഞ്ഞു വിട്ടവന്റെ പിന്നാലെ പാനരക്ഷ. ഗംഭീരമായ ഒരു കഥാഗോളമാണ് അംബരീഷ ചരിതം എന്നത്. ഒരു ഭക്തൻ എങ്ങനെയായിരിക്കണം എന്നതിന്റെ ഒരു ഉത്തമമായ തെളിവാണ് അംബരീഷ ചരിതം. വ്രതാനുഷ്ഠാനം എങ്ങനെ ആണ് വേണ്ടത് എന്നുള്ളതും നമുക്ക് കാണിച്ചു തരണം. ഏകാദശിയും വ്രതമൊക്കെ അനുഷ്ഠിക്കാറുണ്ടില്ലേ? എന്താ എങ്ങനെ എടുക്കാറ്? എങ്ങനെയാ ഏകാദശിയൊക്കെ അനുഷ്ഠിക്കണേ? ദശമിയുടെ അന്ന് ഉച്ചയ്ക്ക് അനുഷ്ഠിക്കാറില്ല ഏകാദശി. ദശമിയുടെ അന്ന് ഉച്ചയ്ക്ക് ചോറുണ്ടിട്ട് രാത്രി എന്തോ ചെയ്യും? 1 കിലോ ഏത്തക്കായ 1 ലിറ്റർ പാല് ഇല്ല. പിന്നെ ഏകാദശിയുടെ അന്ന് എന്ത് കഴിക്കും? ഗോതമ്പ് കഞ്ഞി കുടിക്കും 1 കിലോ അരിയുടെ. പിന്നെ അന്ന് രാത്രി ഏത്തക്കായും പാലും അതൊന്നും കഴിക്കൂല. പിന്നെ ദ്വാദശിയുടെ അന്ന് രാവിലെ ക്ഷേത്രത്തിൽ ചെന്ന് അല്ലേ പാലനയൊക്കെ വീടിയിട്ട് വന്നു കഴിയുമ്പോൾ പഴയ പോലെ ഇടകിഴിയുടെ ചോറും 1 കപ്പിന്റെ കഞ്ഞിയും കഴിക്കാൻ പറ്റും. പ്രഥമ മുതൽ ദശമി വരെ 1 നേരത്തെ ആഹാരമേ പാടുള്ളൂ ഏകാദശി അനുഷ്ഠിക്കുന്നു. ഇനി ഞാൻ ഇത് പറഞ്ഞ് അടുത്ത ഏകാദശി മുതൽ അങ്ങനെ എടുത്ത് ഉരുട്ട് താഴെ വീണാൽ ഞാൻ ഉത്തരവാദിയല്ല. ഞാൻ ഒരിക്കലും ഈ ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ടുള്ള വ്രതാനുഷ്ഠാനത്തോടൊന്നും എനിക്ക് യാതൊരു വിധമായ യോജിപ്പുമില്ലാത്ത ഒരാളാണ്. കാരണം ഞാൻ കത്രിക എടുക്കും, 2ന്റെയും കൂടെ മൂക്ക് കണ്ടിച്ച് ഞാൻ ഇവിടെ വെക്കും. ഉള്ള കാര്യം ഞാൻ പറയാം. കുറച്ചു നേരമായി ഞാൻ നോക്കും. അപ്പോ അങ്ങോട്ടിറങ്ങുമ്പോ എന്നെ ഇടിക്കാതിരുന്നാൽ കൊള്ളാം രണ്ടുള്ള. അപ്പോ എന്താണ് ഈ വ്രതാനുഷ്ഠാനം എന്നത് ശരീരത്തെ പീഡിപ്പിക്കാനുള്ളതല്ല. പിന്നെ എന്നാൽ എന്തിനായിട്ട് എടുക്കണത്? പണ്ട് കാലത്തുള്ളവർ ആരോഗ്യവാന്മാരായിരുന്നു. അതുകൊണ്ട് ഒരു ദിവസം ഒന്നും കഴിച്ചില്ലെങ്കിലും അവർക്ക് കുഴപ്പമൊന്നും വരില്ല. ശരീരത്തിന്റെ ഒരു ബാലൻസ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഈ വ്രതാനുഷ്ഠാനങ്ങളൊക്കെ. അതോടൊപ്പം ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കാനും മനസ്സിനെ അടക്കാനും വേണ്ടിയിട്ടാണ്. ഒരു ദിവസം നാവിന് രുചി കൊടുക്കാതിരുന്നാൽ നാവ് അത്രയും അടങ്ങും. ഇന്ദ്രിയങ്ങളിൽ അടക്കാൻ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ളത് 2 എണ്ണത്തിൽ 1 കണ്ണും 1 നാവുമാണ്. ഈ കണ്ണിനെയും നാവിനെയും അടക്കുക അത്ര എളുപ്പമല്ല. ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ കണ്ണിന് കാണാൻ കൊള്ളാവുന്നതിനെ കണ്ടാൽ കണ്ണ് അതിന്റെ പുറകെ പോവും. നാവും ഇതുപോലെയാണ്. നാവും രുചിയുള്ളത് കിട്ടിയാൽ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്നു. 2ാമത് ചോറും പുളിശ്ശേരി മേടിച്ചിട്ട് കുട്ടിക്ക് വേണ്ട പോട്ടെ. അപ്പൊ എന്തുകൊണ്ടാ 2ാമത് ചോറും പുളിശ്ശേരിയൊക്കെ മേടിച്ചത്, അല്ലെ കറിയൊക്കെ മേടിച്ചത്? ആ നാവിന് രുചി പറ്റിയത് കൊണ്ടാണ്, ഇല്ലേ? അപ്പൊ നാവിനെ അടക്കുക അത്ര എളുപ്പമല്ല, കണ്ണിനെയും അടക്കുക അത്ര എളുപ്പമല്ല. അതുകൊണ്ട് 2നെയും അടക്കി കിട്ടിയാൽ ബാക്കി കാലക്രമേണ പതിയെ അടങ്ങും. അതിന് എനിക്ക് ഭാഗവത ഉപദേശം ശ്രീമദ് സ്വാമി സച്ചിദാനന്ദ സരസ്വതി തൃപ്പാദങ്ങൾ ചെയ്യുന്ന ഒരു പണിയുണ്ടായിരുന്നു. ഒന്നിന്റെ ടേസ്റ്റ് അറിയില്ല, എല്ലാം കൂടി ഒറ്റ ഒരു കുഴവഴക്കും. അവിയലും തോരനും ചോറും സാമ്പാറും പുളിശ്ശേരി എല്ലാം കൂടെ ഒറ്റ വഴി കഴിച്ചിട്ട് ഒരിളക്കിളക്കും.
അന്ന് കാലത്ത് അദ്ദേഹത്തിനോട് ഈ പാരായണത്തിന് വന്നിട്ട് എനിക്കിത് കാണുമ്പോൾ മഹാന്തം. ഒരിക്കൽ ഞാൻ പറഞ്ഞു, എന്റെ സ്വാമി വൃത്തികേട്ട തീറ്റ തിന്നുന്നു എന്ന് പറഞ്ഞു. നിനക്കറിയത്തില്ലടാ ഇതിന്റെ സുഖം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വെള്ളം വല്ലവരും കണ്ടാലും മതി. അപ്പൊ അത് കഴിഞ്ഞൊരു സപ്താഹത്തിന് കോഴിക്കോട് ഒരു സപ്താഹത്തിലേക്കുമ്പോൾ അവിടുത്തെ ഒരു അമ്മ ഒരു തീയലുണ്ടാക്കി കൊടുത്തു. തീയലെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഒഴിച്ചാൽ ചങ്ങനാശ്ശേരി തടയുന്ന തീയലാണ് നമ്മളൊക്കെ ഉണ്ടാക്കണം. ഇത് തീയൽ വിരലെ തോണ്ടിയാൽ അവിടെ നിൽക്കും, താഴോട്ട് വീഴില്ല. അത്രയ്ക്ക് നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാലും പോരാ, എന്താ പറയുക, ഇന്നും അതിന്റെ ആ രുചി വായിന്ന് പോയിട്ടില്ല. അത്രയ്ക്ക് ടേസ്റ്റ് ഉള്ള ഒരു തീയൽ. അപ്പൊ ഞാനിത് കൂട്ടി ചോറിട്ട് വെച്ച് രണ്ടാമത് തീയൽ ആവശ്യത്തിൽ അവിടെ ഇരുന്നോട്ട് വെച്ചിട്ട് അവന് തീയൽ കൊടുത്തു പോകരുത് അമ്മയെന്ന്. അങ്ങനെയാ, ഒരു പ്രത്യേക വാത്സല്യവുമാണ്. എന്നാ മുൻചൂണ്ടിയാണ് മുമ്പിത്താൻ. അങ്ങനെ ഒരു ഇതുണ്ട്. പെട്ടെന്ന് ദേഷ്യം വരും, പക്ഷെ അതുപോലെ തണുക്കുകയും ചെയ്യും. നമ്മൾ എന്നോടൊക്കെ എന്താ പറയാ, ശരിക്കും വളരെ വാത്സല്യാണ്. ശരിക്കും ഒരു ഗുരു ശിഷ്യ ബന്ധത്തിനപ്പുറം ആത്മാവ് കൊണ്ടൊരു ബന്ധം സ്വാമിജിയായിട്ട് എനിക്കുണ്ടായിരുന്നു. അത്ര ഇതായിരുന്നു. അദ്ദേഹത്തിന്റെയൊക്കെ അനുഗ്രഹത്തിന്റെ ഫലമായി ഇങ്ങനെ ഇരിക്കണേ. അപ്പോ ഞാൻ ചോദിച്ചു, സ്വാമിക്ക് എന്താ, ഞാൻ കറി കഴിച്ചു കൂട്ടുന്നതിന് സ്വാമിക്ക് എന്നെ എത്ര വിഷമം ചോദിച്ചു. നീ ഇന്നലെ എന്നോട് എന്തോ പറഞ്ഞ് ഇതെല്ലാം കൂടെ കുഴച്ച് തിന്നുന്നത് വൃത്തികെട്ട പണിയാണില്ലേ? ഞാൻ ചോദിച്ചു, പിന്നെ അല്ലാതെ ആരെങ്കിലും തിന്നുമോ ഇങ്ങനെ കുഴച്ച് വലിച്ചു വാരി തിന്നു പറഞ്ഞു. നീ എന്തിനാ രണ്ടാമത് തീയൽ ചോദിച്ചേ? അത് നല്ല തീയല, അതുകൊണ്ട് രണ്ടാമത് ചോദിച്ചതാ. അതാടാ നാവിന്റെ കുഴപ്പം. രുചി കിട്ടിയ സാധനം അത് വീണ്ടും ആവശ്യപ്പെടും. ആര്? മനസ്സ്. നമ്മൾ ഏതൊരു വസ്തു കണ്ടാലും കേട്ടാലും കഴിച്ചാലും ഇതിന്റെ എല്ലാം പരമസുഖം അനുഭവിക്കുന്നത് മനസ്സാണ്, ഇല്ലേ? ഇപ്പൊ നല്ലൊരു ആഹാരം കഴിച്ചാൽ നമ്മളെന്താ പറയാ, കുറെ കാലങ്ങൾക്ക് ശേഷം മനസ്സറിഞ്ഞിച്ചരാ പറയാറില്ലേ? മനസ്സറിഞ്ഞ് ശകലം ചോറുണ്ട്, നല്ല കറിയാണ്. അപ്പൊ ചോറും കറിയും പോയത് എങ്ങോട്ടാ? ചോറും കറിയും വായിക്കൊണ്ടിട്ടപ്പോ പോയത് എങ്ങോട്ടാ? വയറ്റിലേക്ക്. പക്ഷെ അതിന്റെ സുഖം അറിഞ്ഞതാരാ? മനസ്സാ. അപ്പൊ ഏതൊരു വസ്തു ചെയ്താലും അതിന്റെ സുഖം അനുഭവിക്കുന്നത് മനസ്സാണ്. എനിക്കും മനസ്സിലാവണില്ല ഇതിനു വേണ്ടി പറയാൻ എന്തുവാ ഉള്ള. എത്ര പറഞ്ഞാലും നാവിനും ക്ഷീണമില്ല. ഇതൊക്കെ എന്നെ പിടിക്കാതെ ഉള്ളത് മുഖത്ത് നോക്കി വിളിച്ചു പറയും. എന്നിട്ട് പറയാം, അങ്ങേര് മോശട്ടനാണ്, എന്നാലും വേണ്ടൂല. പറയാനുള്ളത് നിങ്ങൾക്കൊക്കെ പറ്റുന്ന കുഴപ്പം അറിയാമോ? നിങ്ങളൊക്കെ എന്ത് കാണിച്ചാലും ഒന്നും മിണ്ടാതെ കണ്ണു അടച്ചിരുന്ന് മണമണമനാതെ പറഞ്ഞേച്ച് പോകുന്ന ആചാര്യന്മാരെ നിങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്, അല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? പാവ എന്തൊരു നല്ല ആചാര്യനായിരുന്നു, നല്ല മനുഷ്യനാണ്, ഞങ്ങളെ ഒന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനല്ല, വല്ലതും തെറ്റ് കണ്ടാൽ ഞാൻ ചീത്ത വിളിക്കും. എനിക്കത് വലിയ നിർബന്ധമുള്ള കാര്യമാണ്. അടുത്ത ജന്മം കാക്കയായിട്ട് ജനിക്കും, അതായി കുഴപ്പം. യജ്ഞശാലയിൽ ഇരുന്ന് വർത്താനം പറഞ്ഞാല് അടുത്ത ജന്മം കാക്ക അല്ലെങ്കിൽ തവള, രണ്ടിലേതേലും ഒന്നായിട്ട് ജനിക്കും. അന്നേരം ഇവിടെ മരക്കൊമ്പയെ വന്ന് കുത്തിയിരുന്ന സപ്താഹജ്ഞ വേദിയുടെ അവിടെ മരക്കൊമ്പയെ വന്ന് കുത്തിയിരുന്ന കിറ കിറ എന്ന് പറയുമ്പോൾ ആലോചന, ആ തൃക്കൊടിത്താനം വിശ്വനാഥന്റെ വേദിയിൽ പോയിരുന്ന വർത്താനം പറഞ്ഞതിന്റെ ആണല്ലോ ഞാനിപ്പോ ഇവിടുന്ന് കിറ കിറ എന്ന് വെക്കുന്നതെന്ന് ആലോചിക്കും. അന്നേരം എന്നെ ചീത്ത വിളിച്ചിട്ട് വല്ല കാര്യമുണ്ട്? ഒരു കാര്യമില്ല. നമ്മൾ വിചാരിക്കണ പോലല്ല യജ്ഞശാല. ക്ഷേത്രത്തിനേക്കാൾ പവിത്രമായിട്ട് കാത്തു സൂക്ഷിക്കേണ്ട ഒരു സ്ഥലമായി യജ്ഞശാല. അസ്ഥിരമാണെങ്കിൽ പോലും, കാരണം ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയാത്ത ഒരുപാട് പേരുടെ സാന്നിധ്യമുണ്ട്. നിങ്ങൾ വിചാരിക്കണ പോലല്ല. അതുകൊണ്ടാണ് യജ്ഞശാലയിൽ ഒരു കർമ്മം ചെയ്താല് അതിന് അടുത്ത സപ്താഹത്തിന് മുൻപ് അല്ലെങ്കിൽ അടുത്ത യജ്ഞത്തിന് മുമ്പ് അതിന് ഫലപ്രാപ്തി ഉണ്ടാവുന്നതിന്റെ കാരണം അതുകൊണ്ടാണ്. നമ്മൾ നോക്കുമ്പോ അവർ ആടിയും പൊടി വാദ്യം മട്ടൻ അവിടെ നേട്ടൊക്കെ പറഞ്ഞു അത്ര. പക്ഷെ ഈ ഭാഗവത പാരായണം തുടങ്ങുന്ന നിമിഷം എത്തിച്ചേർന്ന ചില ആൾക്കാരുണ്ട്, സപ്തർഷികൾ, നാരദമുനി, സർവദേവതാ സാന്നിധ്യങ്ങൾ, യക്ഷകിന്നര ഗന്ധർവാദികൾ,
അതോടൊപ്പം നമ്മൾ ഇവിടെ വന്നിരുന്നാൽ നമ്മളുടെ കുടുംബത്തെ നമ്മളെ വിട്ടുപോയിട്ടുള്ള പിതൃക്കളുടെ ചെറിയൊരു സാന്നിധ്യം അവിടെ ഉണ്ടാവും. ഇങ്ങനെയുള്ള ആൾക്ക് പിന്നെ ഇപ്പൊ ഇവിടെ വൈക്കത്തപ്പനും ഉണ്ടാവും. എന്താ കാരണം? വൈക്കത്തപ്പനാണ് ഏറ്റവും കൂടുതൽ ഭാഗവതം കേൾക്കാൻ ഇഷ്ടം. കൃഷ്ണനുള്ളതിനേക്കാൾ കൂടുതൽ താല്പര്യമാണ് വൈക്കത്തപ്പന് ഭാഗവതം കേൾക്കാൻ. അതുപോലെ ശിവപുരാണം കേൾക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം കൃഷ്ണന്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരുപാട് സാന്നിധ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയാത്ത എനർജികൾ നമ്മുടെ ചുറ്റിനുണ്ട്. അതുകൊണ്ടായിരുന്നു വർത്തമാനം കാരണം അവര് ശപിക്കും ഭാഗവതം. ശരിക്കും ഭാഗവതമല്ലാതെ ഒരു വാക്കുപോലും വേറെ പറയാൻ പാടില്ല എന്നാ ശരിക്കും ഇതിന്റെ വിധി. പിന്നെ നമ്മളിങ്ങനെ കഥകളും ഉപകഥകളും ഒക്കെ കയറ്റി പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അല്ലാതെ ഒന്നും പറയാൻ പാടില്ലാത്തതാണ്. അതിന്റെയൊക്കെയാണ് ഞങ്ങളൊക്കെ അവസാനം കിടന്ന് എന്നൊക്കെ വെച്ച് പോകുന്നത്. അല്ലാതെ ചൊവ്വേന്നേരെ പോകുന്നത് വളരെ കുറവാ. 101 പോലും ഇല്ല ഭാഗവതം എടുത്തത് നേരെ ചൊവ്വേ പോണേ. എല്ലാം കിടന്ന് വലിച്ചു വെച്ചേ പോകും. ഞാനൊക്കെ എത്ര വലിക്കുന്നത് തമ്പുരാന് മാത്രമേ അറിയത്തുള്ളൂ. എന്നാലും പ്രാർത്ഥിക്കണമുണ്ട്. ഇതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഭഗവാനെ നീ എന്നെ അങ്ങ് വിളിച്ചോണേ, അമ്പലക്കാർക്ക് ഇത്ര ബുദ്ധിമുട്ടായാലും കുഴപ്പമില്ല, എന്റെ കാര്യം രക്ഷപ്പെടുന്നില്ല. സത്യം കൊണ്ട് എന്നോട് ദേഷ്യം തോന്നിട്ട നിങ്ങളുടെ നന്മയും ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചോളൂ. അച്ഛനും അമ്മയും എന്തിനാ മക്കളെ തരുന്നേ? നല്ല സ്വഭാവത്തിൽ വരാനാ. അപ്പൊ ഒരാൾ നിങ്ങളെ വഴക്ക് പറയുന്നെങ്കിൽ അതിനർത്ഥം എന്താ? നിങ്ങൾ അതിന് സ്വാമി ബൂസ്റ്റ് കഴിച്ചാൽ പോരെ എന്നാ വെറുതെ ഇതൊക്കെ കേൾക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾക്ക് ദുരിതങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാ. സ്നേഹമുള്ള ബന്ധത്തെ എന്തുള്ളൂ? വഴക്കുണ്ടാവുള്ളൂ, ദേഷ്യം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എന്നോട് വിരോധം വല്ലതും ഉണ്ടോ ആർക്കെങ്കിലും? ഉണ്ടോ? ഉണ്ടെങ്കിലും ഞാൻ പറയും, അടുത്ത വർഷം വിളിക്കേണ്ടതല്ലേ ഉള്ളൂ. അടുത്ത വർഷം കൊണ്ട് അവനെ ഇങ്ങോട്ട് വിളിക്കണ്ടാവും വന്നാണ് ഉള്ളൂ. സന്തോഷം. കാരണം ഒരിടത്ത് ഞാൻ ഒരു എഗ്രിമെന്റ് കൊടുക്കാറില്ല, അടുത്ത വർഷവും ഞാൻ വന്ന് ചെയ്തോളാം. എന്റെ ഗുരുനാഥൻ പറഞ്ഞിരിക്കുന്നതാ, എടാ നിന്റെ മുൻപിൽ വരുന്ന സജ്ജനങ്ങൾക്കൊരിക്കലും ദുരിതമുണ്ടാകുന്ന ഒന്നും അവരെ കൊണ്ട് ചെയ്യിക്കരുത്. പറഞ്ഞു കൊടുക്കേണ്ടത് കർശനമായി പറയേണ്ടത് കർശനമായി പറയണം. സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കേണ്ടത് സ്നേഹത്തോടെ. എല്ലാ കുട്ടികളുടെയും തെറ്റുകൾക്ക് ഒരുപോലെ അല്ല ശിക്ഷ കൊടുക്കുന്നതാണോ? എന്തെങ്കിലും തെറ്റ് ചെയ്ത ഉടനെ എല്ലാത്തിനും വലിച്ചിട്ടടിക്കുവോ? അടിക്കുവോ? ഇല്ല. ചിലതിന് ഉപദേശം മക്കളെ അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ എന്ന് പറഞ്ഞു. ചിലതിന് പിടിച്ച് നല്ല 2 കീറ് കൊടുക്കും. ഈ കീറ് കൊടുക്കുന്ന എപ്പോഴും എന്ത് ചെയ്യും? മെമ്മറിയിലുണ്ടാവും. ശരിയല്ലേ? അപ്പോൾ എന്നോട് വിരോധം തോന്നിയാലും കുഴപ്പമില്ല, ഞാൻ പറയും. അപ്പൊ എന്തുവാ പറഞ്ഞു വന്നേ? അതൊക്കെ പോയി ആ വഴിക്ക്. എന്തായാലും നമ്മൾ കഥ പറഞ്ഞു വന്നത് നിങ്ങളുടെ കയ്യിൽ നിന്നും പോയി, എന്റെ കയ്യിൽ നിന്നും പോയി. നാക്കിന്റെ രുചി ഉണ്ടോ? അപ്പം തലക്കകത്ത് കിഡ്നികളൊക്കെ ഉണ്ട്. അപ്പം ഇന്ദ്രിയങ്ങളെ അടക്കാൻ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ മനസ്സ് അടങ്ങില്ല. അപ്പൊ നാവിനെ അടക്കാൻ എന്താ ചെയ്യാം? രുചി അറിയാതെ ഇരിക്കുക. ഈ എല്ലാം കൂടി ഇട്ട് കുഴയ്ക്കുമ്പോ എന്താ പ്രത്യേകത? ഉപ്പ് ഏതിനാ, പുളി ഏതിനാ, മധുരം ഏതിനാ തിരിച്ചറിയുവോ? ഇല്ല. അപ്പൊ നാവ് ഒരു ടേസ്റ്റും തിരിച്ചറിയാത്ത അവസ്ഥയിലേക്ക് എത്തും. അങ്ങനെ നാവിനെ അടക്കാൻ പറ്റും. പിന്നെ കണ്ണിനെ പരമാവധി പറഞ്ഞു മനസ്സിലാക്കാൻ, കണ്ണെ അങ്ങോട്ട് പോവല്ലേ, അത് അപകടം പിടിച്ച സാധനമാണ്. പക്ഷെ എന്നാലും കണ്ണടങ്ങില്ല. അങ്ങനെ അവിടെ ഇവിടെ എല്ലാം പാഞ്ഞോണ്ടിരിക്കും. എന്തെങ്കിലുമൊക്കെ കണ്ട അതിന്റെ എല്ലാം പിന്നാലെ പോകും. പിന്നെ വരുന്ന പ്രശ്നങ്ങളാണ് ഈ ജനനേന്ദ്രിയവും കാതും ത്വക്കുമൊക്കെ. അപ്പോ അതുകൊണ്ട് പിന്നെ ഇന്ദ്രിയങ്ങളെ അടക്കണം. അപ്പൊ മനസ്സാണ് ഇതിന്റെ എല്ലാ സുഖം അനുഭവിക്കും. അപ്പൊ ഈ ഇന്ദ്രിയങ്ങളെ അടക്കാനാണ് ഏകാദശി എന്ന് പറഞ്ഞാൽ 11 അടക്കാനാണ്. 5 ജ്ഞാനേന്ദ്രിയങ്ങളെ, 5 കർമ്മേന്ദ്രിയങ്ങളെ, മനസ്സ്. അല്ല വെറുതെ വയറ് ഭരിക്കാനല്ല. ഇന്നത്തെ കാലഗതിക്ക് ഭക്ഷണം കഴിക്കാതിരുന്നൊന്നും വ്രതം എടുക്കാൻ ആർക്കും സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം?
മിനിമം ഭക്ഷണം കഴിച്ചു. ശരീരത്തെ പീഡിപ്പിക്കാമെന്ന് ഞാൻ പറയില്ല. മിനിമം ഭക്ഷണം കഴിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ സമയം മറ്റുള്ള വിഷയങ്ങളിലേക്ക് പോകാതെ ഈശ്വര ഭജനം നടത്തുക. ഉപവാസം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? വെള്ളം കുടിക്കാതെ ആഹാരം കഴിക്കാതെ ഇരിക്കുന്നതാണോ ഉപവാസം? അല്ല, ഉപവാസം. അടുത്തിരിക്കുക. ആരുടെ? അയൽവക്കക്കാരൻ. ഭഗവാൻ. അപ്പൊ ഭഗവാന്റെ അടുത്തിരിക്കുമ്പോ എന്താ ഗുണം? കൂടുതൽ സമയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈശ്വരനാമങ്ങള് ജപിക്കാൻ പറ്റും. അങ്ങനെ വല്ല ആണോ നമ്മള്? അതുകൊണ്ടാണ് നമുക്ക് വ്രതത്തിന്റെ ഒന്നും പൂർണ്ണമായ ഫലപ്രാപ്തി ഉണ്ടാവാത്തതിന്റെ കാരണം അതുകൊണ്ടാണ്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിലൊക്കെ പിഴവുകളാണ് കൂടുതൽ. അതുകൊണ്ട് അതിന്റെ പൂർണ്ണമായ ഫലപ്രാപ്തി നമുക്ക് വന്നു ചേരാത്തത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അംബരീഷ മഹാരാജാവ് എടുത്ത് ഏകദേശം എങ്ങനെയാ? ഈ പ്രഥമ മുതൽ ഒരു നേരം ആഹാരം കഴിച്ച് ഏകാദശിയുടെ വെള്ളം പോലും കുടിക്കാതെ ദ്വാദശിയുടെ പാരണ വീടുമ്പോ അതിഥികളുണ്ടെങ്കിൽ അതിഥികളെ ഊട്ടിയിട്ടേ അദ്ദേഹം കഴിക്കും. അങ്ങനെ 100 ഏകാദശി. എന്നിട്ട് ദ്വാദശിയുടെ ഒരു നേരത്തെ ആഹാരമേ ഉള്ളൂ. പിന്നെ ത്രയോദശി മുതലേ ഉള്ളൂ സാധാരണ രീതിയിലുള്ള ആഹാരം കഴിക്കും. അങ്ങനെ 100 ഏകാദശി എടുത്താൽ ഇന്ദ്രനായി. അങ്ങനെ 99 ഏകാദശി എടുത്താല് അംബരീഷ മഹാരാജാവ് ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ട് മാറി അംബരീഷൻ. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? തന്റെ സുദർശന ചക്രം ആർക്ക് കൊടുത്തു? അംബരീഷന് കൊടുത്തു. ഇതാണ് ഭക്തനോടുള്ള ഭഗവാന്റെ വാത്സല്യം. ഭക്തനോട് ഭഗവാനുള്ള വാത്സല്യത. ഒരുവൻ തന്റെ ഭക്തനാണെന്ന് ബോധ്യം വന്നാൽ എന്തും ഭഗവാൻ കൊടുക്കും. ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ഭക്തനോടുള്ള വാത്സല്യം എനിക്ക് ചില കൂടുതലാണ്. ഏത് തലത്തിൽ നിന്നുകൊണ്ടും ഭഗവാൻ ഭക്തനെ സംരക്ഷിക്കും. ഇന്ന രീതിയിലൊന്നുമില്ല, എങ്ങനെ സംരക്ഷിക്കും. ഭഗവാൻ ഭക്തന്റെ ദാസനാണെന്നാണ്. അത്ര പ്രേമമാ ഭക്തനോട് ഭഗവാൻ. അങ്ങനെയുള്ളവർ എന്തു കൊടുത്താലും അത് ഭഗവാൻ സ്വീകരിക്കും. 6-ാം ദിവസം പറയും, ജലമോ പുഷ്പമോ വെള്ളമോ ഇലയോ എന്തും ഒരു ഭക്തനാണ് തരുന്നത് എങ്കിൽ ഞാനത് അപ്പം തന്നെ സ്വീകരിക്കും. ഭക്തയില്ലാതെ ത്രൈലോക്യങ്ങൾ കൊണ്ട് എന്റെ മുന്നിൽ കൊണ്ടുവച്ചാലും ഞാൻ തിരിഞ്ഞു പോലും നോക്കില്ല. അപ്പൊ നമ്മളൊക്കെ കൊണ്ടുവച്ചതൊക്കെ ഭഗവാൻ നോക്കിയിട്ടുണ്ടോന്ന് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുന്നത്. കാരണം നമ്മൾ കൊണ്ട് കൊടുക്കണത് എന്തിനാ? ബാനർ എഴുതി വെക്കാനാ അല്ലേ? ആണോ അല്ലേ? ഒരു വിളക്ക് മേടിച്ചാൽ ആദ്യം ചെയ്യണത് എന്താ? അതില് തെക്കേ കൊട്ടാരത്തിലെ വടക്കേ വാതിലെ ശാരദയുടെ മകള് ശോഭനയുടെ കൊച്ചുമോട് തങ്കമ്മയുടെ വക എന്നും പറഞ്ഞ് പോസ്റ്റ് ഓഫീസും ഫോൺ നമ്പർ ഉൾപ്പെടെ എഴുതി വേണം ഇടയ്ക്കൊന്ന് ഭഗവാൻ വിളിച്ചോട്ടെ എന്ന് ഫോൺ നമ്പർ ഉൾപ്പെടെ എഴുതി അങ്ങോട്ട് കൊണ്ടു കൊടുക്കുന്നത്. അന്ന് വരെ ദീപാരാധന തൊഴാൻ താളം ചെയ്യും. അന്ന് ദീപാരാധന തൊഴാൻ നിൽക്കും. എന്താ കാരണം? 10 പേര് വെക്കണം. എന്താ ഇന്ന് വന്നിരുന്നേ? അപ്പൊ എന്താ പറയണം? ഞാനൊരു വിളക്ക് കൊടുത്തു, അതൊന്ന് കത്തിച്ച് കണ്ട് ദീപാരാധനയും നിർദ്ദേശിച്ച് പോകാൻ. അപ്പൊ എത്ര പേര് അറിഞ്ഞു ഞാൻ വിളക്ക് കൊടുത്തെന്ന്? എന്നിട്ട് ദിവസം വരുമ്പോ തിരുമേനി എന്റെ വിളക്ക് കത്തിക്കുന്നുണ്ടോ? ഒരു തുള്ളി നെയ്യ് പോലും മേടിച്ചു കൊടുക്കരുത് കത്തിക്കാൻ. അതാ വേറെ രസം. എന്നിട്ട് മേനി കഴിച്ചു കിടക്കാൻ ഞാൻ ഭഗവാന് കൊടുക്കുമെന്ന് അല്ലേ? നമ്മളൊക്കെ എന്തെങ്കിലും ഭഗവാന് സമർപ്പിച്ചാലും അതിലെല്ലാം ബാനറൊക്കെ ഇന്നാരുടെ വക. എന്റെ കഥ പറയാറുണ്ട്. ഒരിക്കൽ വൈക്കത്തപ്പനും പാർവതി ദേവിയും പിള്ളേർ 2 എണ്ണം കൂടെ തിരുമേനിയൊക്കെ നടയടച്ചു പോയി കഴിഞ്ഞപ്പോ ഒന്ന് മിറ്റത്തോട്ടിറങ്ങി. ഇങ്ങനെ മിറ്റത്തോട്ടിറങ്ങിയപ്പോ ഈ 2 എണ്ണവും വികൃതി പിടിച്ചതാ. ആര്? സുബ്രഹ്മണ്യനും ഗണപതി. 2 എണ്ണവും കണക്കും അടങ്ങിയിരിക്കാൻ സ്വഭാവമില്ല, പിള്ളേരല്ലയോ. സുബ്രഹ്മണ്യം നോക്കുമ്പോ നല്ലൊരു ഒന്നും കൂടി വരും. ചാടി ഒരു ഒറ്റ കയറ്റം കയറി മണ്ടയ്ക്കോ വേലയെ കുത്തി. അപ്പൊ പാർവതി ഇറങ്ങിടാതാ.
അത് നിന്റെ അച്ഛന്റെ വകയല്ല നിനക്ക് ചാടിക്കയറാൻ എന്ന് പറഞ്ഞു. അതിന്റെ അമ്മ എല്ലാരും പറയുന്നത് എല്ലാം അച്ഛന്റെ വകയാണെന്നാണല്ലോ, നീ നോക്കടാ താഴോട്ടെ. നമുക്കിപ്പോ 6 പേരായിരിക്കുന്നേ. ആ പേരൊന്നും പറഞ്ഞില്ല. ഇനി ആ പേരൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ കൊള്ളു. അതുകൊണ്ട് പേരൊന്നും പറഞ്ഞു ഇന്നാരുടെ വക അവിടെ എഴുതി വെച്ചിരുന്നു. അപ്പൊ സുബ്രഹ്മണ്യന് മനസ്സിലായി ഇത് ആരുടെ വകയല്ല, അച്ഛന്റെ വകയല്ല, മറ്റേ പുള്ളിയുടെ വകയാണ്. അപ്പൊ നോക്കിയപ്പോ ഗണപതി ഇവിടെ കയറിയിരിക്കുന്നു, തിടപ്പള്ളിക്കകത്ത് കയറിക്കുന്നു, മുട്ടിലൊരു ഉരുളിക്കകത്ത് കയറുന്നു, വട്ടം കിടന്നു. പറഞ്ഞ് ഇറങ്ങടാ അതിനകത്തോന്ന് പാർവതി. ഈ അമ്മയ്ക്ക് എന്തോന്ന് എവിടെ കയറിയാലും അമ്മ ഇങ്ങനെ വഴക്കാണ്. എടാ അത് നിന്റെ അച്ഛന്റെ വകയല്ലടാ, ഇറങ്ങടാ പുറത്തൊന്നും തോന്നുന്നു. ഗണപതി നോക്കിയപ്പോഴും അതേലും ഉണ്ട് ഒരു ബാനർ ഇന്നാരുടെ വകാന്ന്. അവസാനം മഹാദേവൻ പറഞ്ഞു, പാർവതി പിള്ളേർക്കെല്ലാം തെറ്റിദ്ധാരണകള, എല്ലാം എന്റെ വകയാന്ന വിചാരം. പക്ഷെ ഇതൊന്നും വകയല്ല, എല്ലാം കൊണ്ട് വെച്ചവരുടെ വകയായിട്ടാണ് ഇപ്പോഴും അവിടെ ഇരിക്കുന്നത്. ഇതാണ് അവസ്ഥ. ചിന്തിച്ചു നോക്കൂ. നമ്മൾ മേനിയെടുക്കുക, ഞാൻ ഇന്നത് കൊടുത്തു, ഞാൻ ഇത്ര കൊടുത്തു, ഞാൻ കൊടുത്ത അത്രയും പേർ ആരും കൊടുത്തിട്ടില്ല. എന്തില്ല അപ്പ നാരായണ, നോട്ടീസിൽ പേര് വന്നില്ലേ അറിയാൻ ബാക്കിയുള്ളത്. ശരിയല്ലേ? ഞാൻ ഈ വർഷം സപ്താഹത്തിന് നോട്ടീസിൽ പേര് വന്നില്ലേ, അടുത്ത വർഷം നടത്തുവോ? ഭഗവാന് സമർപ്പിക്കണത്, ഭഗവാനെന്നല്ല ആർക്കെന്ത് കൊടുത്താലും അത് ആരും അറിയരുത്. ഇപ്പൊ കുറെ നന്മ മരങ്ങളുണ്ടല്ലോ, 100 രൂപയുടെ ബിരിയാണി വെട്ടി കൊടുത്ത്, ഹായ് ഗൈസ് ഞാൻ ബിരിയാണി കൊടുക്കാൻ പോവാണ് ഗൈസ്. അമ്മ കുറെ നാളായി ഗൈസ് ബിരിയാണി തിന്നിട്ട് എന്നിട്ട് അവനെ വിളിക്കുന്ന പേരാ നന്മ മരം. അതാ കഷ്ടം. അവൻ ആ 100 രൂപയുടെ ബിരിയാണി കൊടുത്തിട്ട് ഇവിടെ 10,000 മറ്റേനകത്തൊന്നും ഉണ്ടാക്കി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഒരുവന്റെ മുൻപിൽ കൈ നീട്ടുന്നുണ്ടെങ്കിൽ അവൻ എത്രമാത്രം അവസ്ഥയിലെത്തിയിട്ടാ. ശരിയാണോ? അഭിമാനമുള്ളവരാരും മറ്റൊരുവന്റെ മുമ്പിൽ എന്ത് ചെയ്യില്ല. അപ്പൊ ഒരുവന്റെ മുൻപിൽ കൈ നീട്ടി എന്തെങ്കിലും വാങ്ങണമെങ്കിൽ അവൻ അത്രമാത്രം കീഴോട്ട് അവന്റെ അവസ്ഥ പോയിട്ടാണെന്നുള്ള ബോധം പോലും നമുക്കില്ല. അവന്റെ ആ മുഖവും അവന്റെ ആ രൂപവും എല്ലാം കൂടെ ആയിരക്കണക്കിന് ആൾക്കാർ കാണുന്ന ഒരു മീഡിയയിൽ കാണിക്കുമ്പോൾ അവന്റെ ഹൃദയം എത്രമാത്രം നുറുങ്ങുന്നുണ്ടാവും. ഭഗവാന് എന്റെ ഒരു അധോഗതി ഒരു വല്ലാത്ത ഗതിയാണല്ലോ എന്നില്ലേ? ആ നുറുങ്ങൽ ആരെങ്കിലും കാണുന്നുണ്ടോ? ചിന്തിക്കൂ നിങ്ങള്. ആർക്കെന്ത് കൊടുത്താലും ഈശ്വരന് കൊടുക്കുന്ന സങ്കല്പത്തിൽ വേണം കൊടുക്കാൻ. അതും ഉപയോഗയോഗ്യമല്ലാത്തതൊന്നും ആർക്കും കൊടുക്കാൻ പാടില്ല. വിഷ്ണു പുഷ്ട്യാ കൊടുക്കണം. ഈശ്വരനാണ് കൊടുക്കണതാന്ന സങ്കല്പത്തിൽ വേണം കൊടുക്കാൻ. അവിടെ യാതൊരു വിധതരത്തിലുമുള്ള പബ്ലിസിറ്റി പാടില്ല. അപ്പോഴാണത് ഭഗവാൻ സ്വീകരിക്കുക. പിടികിട്ടുന്നുണ്ടോ? അപ്പോഴേ ഭഗവാന്റെ ആവത്തുള്ളൂ, അത് ഭഗവാൻ സമർപ്പണമാവത്തുള്ളൂ. അത് അല്ലാത്തിടത്തോളം കാലം എന്നും വന്നിട്ട് എന്റേതെന്ന് മേനി നടിക്കാൻ വേണ്ടിയുള്ള വഴിയായിട്ട് മാറും. അതുകൊണ്ട് എന്താ കുഴപ്പം? ഇതിന്റെ ദുരിത ഫലങ്ങൾ മുഴുവൻ ആരനുഭവിക്കേണ്ടി വരും? ഈ കൊടുക്കുന്നവൻ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ആ മേനി നടിക്കാൻ വേണ്ടി ഒന്നും ഈശ്വരന് കൊടുക്കരുത്. ഒരു അഡ്രസ്സും എഴുതണ്ട. ഭഗവാൻ അറിയില്ലേ ആരാ കൊണ്ടുവച്ചെന്ന്? ആണോ അല്ലയോ? സ്വാമി പറയിടാനും അർത്ഥം എഴുതാനും ഒക്കെ പേരും നാളും ഒക്കെ എഴുതിക്കുന്നില്ല. എന്തിനാ? അത് ഞങ്ങൾക്കറിയാൻ വേണ്ടിയിട്ടാ. നിങ്ങളുടെ പേരും നാളും ഞങ്ങൾക്കറിയാൻ വയ്യാത്തതുകൊണ്ട് ഞങ്ങൾക്കത് ഇതിൽ വരാൻ വേണ്ടിയിട്ടാണ് ഈ പേരും നാളും ഒക്കെ എഴുതുന്നത്. അല്ലെ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. മനസ്സിലാവണോ പറയണേ? എല്ലാവരും ഉറങ്ങുമോ? അല്ലേ? അതുകൊണ്ട് അംബരീഷ മഹാരാജാവ് അത്തരത്തില് 99 വ്രതം അനുഷ്ഠിച്ചപ്പോ 100ാമത്തെ എടുക്കാൻ തുടങ്ങിയപ്പോ ഇന്ദ്രന് സംശയമായി, തന്റെ സ്ഥാനം വല്ലതും നഷ്ടപ്പെട്ടു പോകുമോ? ഇന്ദ്രൻ എപ്പോഴും അങ്ങനെ സംശയം. ആരെങ്കിലും ചൊവ്വേനേരം ഇരുന്ന നാമം ചോദിച്ചാൽ ഉടനെ ഇന്ദ്രന് വിഷമോ. ഇന്ദ്രൻ എവിടെ ചെന്നിട്ട് അടക്കും.
അങ്ങനെ ദുർവാസാവിനെ കൂട്ടുപിടിച്ചു. നല്ല വാർത്ത കിട്ടി. ദുർവാസാവിനെ കൂട്ടുപിടിച്ചിട്ടുണ്ടാണ്ടേ അംബരീഷ് എന്താണ്ട് 100ാമത്തെ ഏകാദശി എടുക്കാൻ പോവാ. അവൻ നാരായണ 100ാമത്തെ തികച്ചാൽ എന്റെ സ്ഥാനം ചിലപ്പോൾ നഷ്ടപ്പെട്ടു, അതുകൊണ്ട് എന്ത് വേണം ചെന്നതെങ്ങനെങ്കിലും ഒന്ന് മുടക്കണം. എടുത്ത വായന ദുർവാസ പറഞ്ഞു ശരി ഞാൻ ഏറ്റുന്നു. പോയി ഭരണ വീടേണ്ട സമയം ഒക്കെ ഏകദേശം അണ്ടിക്കാറായപ്പോ എന്തോ ചെയ്ത് ദുർവാസാവ് അവിടെ അംബരീഷ മഹാരാജാവിന്റെ മുമ്പിൽ ചെന്നപ്പോ ദുർവാസാവിന് അംബരീഷ മഹാരാജാവിന് അത്യധികം സന്തോഷമായി. ഇന്ന് ഒരു വിശിഷ്ട അതിഥിയുണ്ട്, ആരാധിക്കുന്നത് അതും ദുർവാസാവ്. കാരണം അങ്ങനെയുള്ള മഹാത്മാക്കളെയൊക്കെ കാണാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ജന്മജന്മാന്തര ഭാഗ്യമായിട്ടാണ് അവരുടെ സജ്ജനങ്ങളെ കാണാൻ കിട്ടുന്നത്. അതുകൊണ്ട് അദ്ദേഹം വന്നപ്പോ സന്തോഷം പറഞ്ഞു, ഇതാ എന്റെ ഇന്നത്തെ അതിഥി അങ്ങാണ്, അതുകൊണ്ട് എന്ത് ചെയ്യാ സ്നാനം കഴിഞ്ഞ് വന്നാട്ടെ, എനിക്ക് ഏകാദശിയുടെ പാരണ വീടാറായി, അതുകൊണ്ട് പോയി സ്നാനം കഴിഞ്ഞിട്ട് വന്നാട്ടെ. ദുർവാസാവര് ഇന്ന് വരെ വെള്ളം കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഒറ്റ കിടപ്പ് അവിടെ വെള്ളത്തിൽ. ഇതിനാ ഇതെങ്ങനെങ്കിലും ഒന്ന് മുടക്കണം. പാരണ വീടാനുള്ള സമയമായി. പാരണ വിടാനുള്ള സമയമായപ്പോ അംബരീഷ മഹാരാജ് ആകപ്പാടെ അങ്കലാപ്പിലായി. എങ്ങനെ പാരണ വിടും? അതിഥി ഉണ്ടെങ്കിൽ അതിഥിക്ക് ഊത്തിയിട്ടേ കഴിക്കാവൂ. നമ്മളൊക്കെ ആരെങ്കിലും വീട്ടിൽ വന്നാൽ നമ്മൾ കഴിച്ചതിന്റെ എച്ചിലല്ലേ കൊടുക്കണേ? നമ്മൾ കഴിച്ചതിന്റെ ബാക്കിയല്ലേ കൊടുക്കണേ? ആണെന്ന് ഞാൻ പറഞ്ഞാലോ? നോക്കാറുണ്ടോ? 1 കിലോ അവിയൽ കഷ്ണം മുറിച്ച് അവിയൽ വെക്കാൻ തുടങ്ങിയാൽ പിന്നെ അവിയൽ വെന്ത് വരുമ്പോ എത്ര കിലോയുടെ കഷ്ണം കാണും? 1/2 കിലോയുടെ. ബാക്കിയെല്ലാം എവിടെ പോകും? അമ്മയുടെ വയറ്റിൽ പോയി. എന്നിട്ട് പറയുന്നത് അടുക്കളയിൽ വിശക്കില്ലെന്ന്. നമ്മൾ കൊടുക്കണത് മുഴുവൻ ഉച്ചിഷ്ട. അതുപോലും പാടില്ല. ഉപ്പ് പോലും നോക്കാൻ പാടില്ല. സത്യത്തിൽ അതിഥി ഉണ്ടെങ്കിൽ അതിഥി കൂട്ടിയിട്ട് വേണം കൊടുക്കാൻ. അംബരീഷ മഹാരാജാവ് ആകപ്പാടെ വിഷമിച്ച് എന്ത് ചെയ്യും? അപ്പോ അവിടെ ഉള്ളവരോട് ചോദിച്ചു, എന്താണ് ഇതിന്റെ ഒരു ഉപാധി അല്ലെങ്കിൽ ഒരു പ്രതിവിധി? പാരണ വീടാൻ കിട്ടിയ സമയത്ത് ആ മുഹൂർത്തം തെറ്റിയാൽ പിന്നെ ആ വ്രതത്തിന്റെ ഫലം പോയി. അപ്പൊ 99 എണ്ണം എടുത്തതിന്റെയും ഫലം പോകും. ഒരെണ്ണം മുടങ്ങിയ മുമ്പെടുത്തതിന്റെ എല്ലാം പോകും. നമ്മൾ ചിലപ്പോൾ സംശയിക്കുകയാണ്, സ്വാമി 10 എണ്ണം എടുത്തായിരുന്നു, 12 പറഞ്ഞ 11ാമത്തെ മുടങ്ങി, അപ്പൊ ഇനിയും അടുത്ത ഞങ്ങൾ എടുത്താൽ മതിയോ? പോരാ, 1 ഒന്നെ തുടങ്ങി. അതുകൊണ്ട് മുടക്കം വന്നാ പ്രശ്നമാകുമല്ലോ. എന്താ ചെയ്യാ? അപ്പൊ അവര് പറഞ്ഞു, തുളസി തീർത്ഥം സേവിച്ചാൽ പാരണ വീടുകയും ചെയ്യും, അന്നത്തിൽ പെടത്തുമില്ല. അതുകൊണ്ട് തുളസി തീർത്ഥം സേവിച്ചാൽ. തീർത്ഥം എങ്ങനെ സേവിക്കണം? ഒഴിച്ചോ. തുളസി തീർത്ഥം സേവിക്കുമ്പോ എങ്ങനെ വേണം? കൈയുടെ ഇതിനകത്ത് എത്ര ഇത് വരുമോ അത്രേ എടുത്ത് അത് ചുണ്ടേ മുട്ടാതെ വായിലോട്ട് ഒഴിച്ചാൽ എത്ര വായു ചെല്ലുമോ അത്രേ തുളസി തീർത്ഥം സേവിക്കാൻ പാടുള്ളൂ. നമ്മളെങ്ങനെയാണോ ഇങ്ങനെ ഒരു പിടുത്തം പിടിച്ചു വെച്ചു, തിരുമേനി ഒഴിച്ചു, ഈ ബോധമുള്ള തിരുമേനി അച്ഛനെ വല്ലോ ഒഴിച്ചു കൊടുത്തില്ല, ഇതെന്തോന്നാ തിരുമേനി കിണ്ടിക്കകത്ത് വെള്ളമില്ല, ഇച്ചിരി ഒഴിച്ചാൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കും. എന്നിട്ട് അതങ്ങോട്ട് മേടിച്ചിട്ട് ഒരു മാട്ടും മാറ്റി ബാക്കിയിരിക്കുന്നുണ്ടെല്ലാം തയ്യലൂടെ. അങ്ങനൊന്നും തീർത്ഥം സേവിക്കാൻ പാടില്ല. നമ്മുടെ കയ്യിൽ വരുന്ന തീർത്ഥം ക്ഷേത്രാങ്കണത്തിനകത്ത് വീഴാനും പാടില്ല. അതുപോലെ എനിക്ക് ഇവിടെ ഉള്ളവരുടെ പ്രത്യേക ഒരു അഭിപ്രായമുണ്ട് പറയാനോ. ഈ അമ്പലത്തിൽ വരുമ്പോ ഈ മുടി ഒന്ന് കെട്ടിയിട്ടുകൊണ്ട് വന്നാണെന്നായിരിക്കും പലരും വന്ന് അകത്തോട്ട് കയറണത് കണ്ടു. ഇല്ല, പനയിലിരിക്കുന്ന സാധനം വരുന്നത് പേരൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലേ. പനയിലങ്ങനെ എന്തെല്ലാം ഇല്ലേ. ക്ഷേത്രത്തിന് നാലമ്പലത്തിനകത്ത് കയറുന്നതിന് മുമ്പ് മുടിയുടെ അഗ്രഭാഗം കെട്ടിയിട്ടിട്ട് അകത്ത് കയറാം. നിർബന്ധമാക്കണം കേട്ടോ. ഇല്ലേ വലിയ കുഴപ്പങ്ങളുണ്ടാവും. അതുകൊണ്ട് ഇപ്പൊ നല്ല ഗംഭീരമായിട്ടിരിക്കുന്ന ഭഗവാനെ കുറച്ച് കഴിയുമ്പോൾ പുള്ളിക്ക് എഴുന്നേക്കാൻ വയ്യാത്ത വിധത്തിൽ ഇരിക്കേണ്ടി വരും. എപ്പോൾ വന്നാലും നാലമ്പലത്തിനകത്ത് കയറുന്നതിന് മുമ്പ് മുടി ഇവിടെ അഗ്രം, മുടിയുടെ അഗ്രഭാഗം എവിടെ? താഴെ കെട്ടിയിട്ടിട്ട് അകത്തോട്ട് കയറാം.
ഒരു ശീലമാക്കാം. ഏതമ്പലത്തിച്ചു നനഞ്ഞ മുടിയാ സ്വാമി സാരയില്ല, അറ്റ കിട്ടാൻ കുഴപ്പമൊന്നുമില്ല, ഉറങ്ങി കഴിയുമ്പോൾ അഴിച്ചിട്ടോളൂ. പക്ഷെ നാലമ്പലത്തിനകത്തോട്ട് കയറുന്നതിന് മുൻപ് മുടിയുടെ അഗ്രഭാഗം കെട്ടിയിട്ട് കയറാവൂ. കുഞ്ഞുങ്ങളെ അത് പറഞ്ഞ് പഠിപ്പിക്കണം. ഇന്ന് 2-3 കുഞ്ഞുങ്ങൾ വരുന്നേ കണ്ടു. അതുകൊണ്ട് ഇപ്പൊ അത് പറയാൻ കാര്യം, അതൊന്ന് ശ്രദ്ധിച്ചു. കാരണം തലമുടിയൊക്കെ തലയിരിക്കുമ്പോഴാണല്ലോ. പെണ്ണിന്റെ അഴകേതാ? ആ മുടിയ. തലയിലിരിക്കുമ്പോൾ അതിന് നല്ല അഴക. താഴെ പോയാലോ അത് ശവവാ. ജീവൻ ഇല്ലാത്തതുകൊണ്ടാണല്ലോ താഴെ പോണേ. അപ്പൊ അത് ശവമാണ്. സപ്പോസ് നമ്മൾ അവിടെ പോയി നമസ്കരിക്കുകയോ അവിടെ നിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ തലേന്ന് ഒരു മുടി ഊർന്ന് അവിടെ വീണ് അതിലെങ്ങാനും ചവിട്ടി നമ്മുടെ തിരുമേനി ശ്രീകോവിനകത്ത് കയറി പൂജ ചെയ്താൽ ശവത്തെ തൊട്ടിട്ട് അകത്ത് കയറുന്നതിന് തുല്യമാവും. പിന്നെ കർമ്മങ്ങളെല്ലാം പിഴയ്ക്കും. അങ്ങനെ കാലക്രമേണ അത് പിതൃബാധയായിട്ടൊക്കെ മാറും ഒരുപാട്. അതൊന്ന് ശ്രദ്ധിക്കണമെന്നല്ല. ഇതിനൊക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ ഇതൊക്കെ പറയാൻ പറ്റും. അതുകൊണ്ട് എന്തായാലും അങ്ങനെ തുളസി തീർത്ഥം സേവിച്ച പാരണവഴി ഇത് ദുർവാസ പറഞ്ഞു ചാടി വന്നു. നിന്റെ ഉച്ചിഷ്ടം തിന്നാനാണോ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് എന്ന് ചോദിച്ചു. ഞാനിവിടെ വന്നിട്ട് നീനോട് അതിഥിയാണെന്നല്ലേ പറഞ്ഞു. നിന്റെ ഉച്ചിഷ്ടം കഴിക്കാനാണോ ഞാൻ നിൽക്കുന്നത്? ഞാൻ നിന്റെ അതിഥിയല്ലേ എന്ന് ചോദിച്ചു. അംബരീഷ മഹാരാജ് പറഞ്ഞു, മഹാത്മൻ ഞാൻ തീർത്ഥം മാത്രമേ ചെയ്തു, അതൊന്നും സമ്മതിച്ചില്ല. വേഗം തന്നെ ദേഷ്യം കൊണ്ട് അദ്ദേഹത്തിന് ഒരു കൃത്യ പുറത്തേക്ക് പുറപ്പെട്ടു. അത് അംബരീഷ മഹാരാജാവിനെ കൊല്ലാനെടുത്ത സമയം അംബരീഷ മഹാരാജാവ് പറയുന്ന സാക്ഷാൽ നാരായണനെ മനസ്സുകൊണ്ട് ധ്യാനിച്ചു. ഒരു ഭയം ഉണ്ടായില്ല. നമ്മളൊക്കെയാണ് എപ്പോ അവിടെ ഓടിയെന്ന് വായിച്ചാൽ. പക്ഷെ ഇപ്പൊ അംബരീഷൻ ഓടിയില്ല. കാരണം എന്താ? ഭക്തന്മാർക്ക് ഒരിക്കലും ഭയം ഉണ്ടായില്ല. എന്താ കാരണം? ആ ഭഗവാൻ തന്നെ എന്തു വരുന്നതും ഭഗവാൻ അറിയാതൊന്നും വരില്ല. ഭഗവാൻ രക്ഷിക്കേണ്ടതാണ്. ഭഗവാൻ എന്നെ രക്ഷിച്ചോളുന്നു ഉത്തമമായ ബോധ്യം ആർക്കുണ്ട്? ഒരു ഭക്തനുണ്ട്. നിങ്ങൾക്കൊക്കെ ഭഗവാനിൽ ഉറപ്പുണ്ടോ? ഉണ്ടോ? ഉറപ്പിച്ചോ? ഒപ്പിട്ടു സമ്മതിച്ചേ? നിങ്ങൾക്കെല്ലാം ഇവിടുത്തെ ഭഗവാനിൽ ഉറപ്പാന്നേ? വിശ്വാസമാന്നേ? മക്കൾ വെളിയിൽ പോകുമ്പോ ഫോൺ കൊടുത്തുവിടാറുണ്ടോ? ഇപ്പൊ ഇവിടുന്ന് ബാംഗ്ലൂർ പോവാന്ന് വിചാരിക്കുക. ഈ പോണേനിടയ്ക്ക് എത്ര പ്രാവശ്യം വിളിക്കുവോ? എന്തിനാ വിളിക്കുന്നത്? എന്തിനാ വിളിക്കുന്നത്? സുഖമായിട്ട് എത്തിച്ചേർന്നോ എന്നറിയാൻ. ഇവിടുത്തെ ഭഗവാനിൽ ഉറപ്പും വിശ്വാസവും ഉണ്ട് എങ്കിൽ എന്റെ കുഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഭഗവാൻ അതിനെ നോക്കിക്കോളും, എത്തിക്കേണ്ടിടത്ത് എത്തിച്ചോളും എന്നെന്താ ഉറക്കാത്തത്? അപ്പൊ പിന്നെ എവിടാ ഭഗവാനിൽ വിശ്വാസം ഉറപ്പുള്ളത്? ഭഗവാനിൽ പൂർണ്ണമായ ഉറപ്പുള്ള ഒരാൾ തന്റെ കുഞ്ഞിനെ പറഞ്ഞു വിടുന്ന സമയത്ത് ആരോട് പറയും? ഭഗവാനോട് പറയുമല്ലോ, ഭഗവാൻ ഏതാ എന്റെ കുഞ്ഞു പോവാ, നീ ഒന്ന്. പിന്നീ പോകുന്ന വഴിക്കല്ല എന്തിനാ എവിടെ എത്തി മക്കളെ എന്ന് വിളിക്കേണ്ട കാര്യം എന്താ? ആ രംഗം സമ്മതിക്കാത്ത എന്തുകൊണ്ടാണെന്നറിയാവോ? ആ രംഗന് യാതൊരു ഉറപ്പും ഭഗവാനോട് ഇല്ലാത്തതുകൊണ്ട് ആ രംഗൻ സമ്മതിക്കാത്ത. പിടികിട്ടുന്നുണ്ടോ ഞാൻ പറഞ്ഞു? നമ്മളൊക്കെ ശരിക്കും ഇങ്ങനെ പറഞ്ഞെടുക്കുക ഭക്തനാണ്, ഉറപ്പുണ്ട്, വിശ്വാസിയാണെന്നൊക്കെ. വിശ്വാസി എന്ന് പറയുന്നതേ മണ്ടത്തരാ. വിശ്വാസം എന്ന് പറയണതേ മണ്ടത്തരാ. വിശ്വാസം ഒന്നും അത്ര നല്ല സ്വഭാവമല്ല. പിന്നെന്തോ വേണം? വിശ്വാസം ഏത് നിമിഷവും മാറും. ഇല്ലേ? മാറുമോ ഇല്ലയോ? മാറും. ഇപ്പൊ ഉദാഹരണം പറയാം. ഞാനിവിടെ ഒരു സാധനം തിന്നോണ്ടിരിക്കും. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല സാധനം. നിങ്ങളുണ്ട് ചോദിച്ചു, സ്വാമി എന്തോ സമയം കഴിക്കണേ? ഞാൻ പറഞ്ഞു പാവയ്ക്കായ. നിങ്ങൾ കണ്ടിട്ടില്ല കേട്ടോ, എനിക്ക് അറിയില്ല ഈ ഒരു സാധനം സ്പെഷ്യലായിട്ട് കാണുന്ന. എന്റെ കയ്യിൽ കണ്ടിട്ടുള്ളൂ ഈ സാധനം. ചോദിച്ചു, സ്വാമി എന്താ ടേസ്റ്റ്? ഞാൻ പറഞ്ഞാൽ ഒന്നാം തരം മധുര. നിങ്ങൾ വിശ്വസിക്കുമോ ഇല്ലയോ?
അതിൻ്റെ ഇല്ലാത്ത നിങ്ങൾ കണ്ടിട്ടില്ലാത്ത സാധനം കഴിച്ചിട്ടുള്ള സാധനം മധുരമാണെന്ന് നിങ്ങൾ വിശ്വസിക്കരുത്. പാവയ്ക്ക നിങ്ങൾ ഇപ്പൊ കണ്ടിട്ടുണ്ടല്ലേ കഴിക്കുന്നതല്ലേ? നിങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരു സാധനമാണ് പാവയ്ക്ക. നിങ്ങൾ കണ്ടിട്ടേ ഇല്ല. ഞാൻ കഴിക്കണതാണ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്. നിങ്ങൾ കഴിച്ചിട്ടുമില്ല. അപ്പൊ വിശ്വസിക്കോ ഇല്ലയോ? വിശ്വസിക്കോ ഇല്ലയോ? വിശ്വസിക്കും. കാരണം നിങ്ങൾ കണ്ടിട്ടില്ല, നിങ്ങൾ കഴിച്ചിട്ടില്ല, അതിന്റെ ടേസ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല, ഇതൊന്നും അറിയില്ല. ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ കഴിക്കുമ്പോൾ സ്വാമി കഴിച്ച സാധനത്തിന് മധുരമാണെന്ന് പറഞ്ഞതുകൊണ്ട് അതാ ശരിയെന്ന് വിചാരിക്കും. ഇല്ലേ? വിശ്വസിക്കില്ലേ? കുറെ കാലങ്ങൾക്ക് ശേഷം നിങ്ങൾ ഈ സാധനം കണ്ടു എന്ന് വിചാരിക്കാം. ഈ വന്ന് സ്വാമി പറഞ്ഞാൽ നല്ല മധുരമാണ്, കിട്ടാനില്ല സാധനം. 10 കിലോ മേടിച്ച് വെച്ച മേടിച്ച് കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചോ കൊണ്ടുവന്ന് ഒരെണ്ണം എടുത്ത് ഒറ്റ കടി. എന്തായി ടേസ്റ്റ്? ഭയങ്കര കയ്പ്. അതുവരെ എന്തായിരുന്നു വിശ്വസിച്ചുകൊണ്ടിരുന്നത്? മധുരമാണ്. അപ്പൊ വിശ്വാസം മാറിയോ? ഇനി പൊന്നുതമ്പരാൻ താഴെ ഇറങ്ങിയെന്ന് വെച്ചു മക്കളെ പാവയ്ക്കാക്കി നല്ല മധുരവാടി എന്ന് പറഞ്ഞാൽ കേൾക്കുമോ? അപ്പൊ വിശ്വാസം മാറും. അനുഭവം ഒരിക്കലും മാറുകയുമില്ല. അതുകൊണ്ട് ഈശ്വരനെ എന്ത് വേണം? അറിഞ്ഞനുഭവിക്കാൻ പഠിക്കണം. വിശ്വാസ പ്രമാണങ്ങളൊന്നും ശാശ്വതമായി നിലനിൽക്കുന്ന ഒന്നല്ല. അതുകൊണ്ടാണ് നമ്മുടെ ഗുരുക്കന്മാർ നമ്മളോട് പറഞ്ഞില്ല നീ ഇന്നതിൽ വിശ്വസിക്കേ എന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞോ എവിടെങ്കിലും? നീ വൈക്കത്തപ്പനിൽ വിശ്വസിച്ചേ മതിയാവൂ എന്ന് പറഞ്ഞോ? ഇല്ല. എന്താ കാരണം? അത് ഓരോരുത്തരുടെയും മാനസികമായ അവസ്ഥയും ബുദ്ധിയുടെ അവസ്ഥയും ഒക്കെ അനുസൃതമാണ് ഓരോന്നിലും ചെന്ന് ഉൾക്കൊള്ളുക എന്നുള്ളത്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് എന്നെ ഉൾക്കൊള്ളാൻ പറ്റുമെന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാവരും എന്നെ ഉൾക്കൊണ്ടിട്ടാണോ ഇവിടെ ഇരിക്കുന്നത്? അല്ല. ഇതിലിരിക്കുന്ന നല്ലൊരു ശതമാനം ആൾക്കാർക്ക് എന്നെ ഉൾക്കൊള്ളാൻ പറ്റില്ല. അല്ലേ? അല്ലേ? പിന്നെ എന്താ ഇരിക്കുന്നത്? ഓ എന്തെങ്കിലുമൊക്കെ ഇച്ചിരി പറയാതെ കേട്ടാ ചങ്ങ അപ്പൊ അതെന്താ കാരണം? ഞാൻ ഈ പറയുന്ന വാക്കുകളെ അവരുടേതായ തലത്തിൽ നിന്നുകൊണ്ട് ഉൾക്കൊണ്ട് അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലേക്കുണ്ടാകും. അപ്പൊ ഓരോരുത്തരും ഒരു വാക്ക് കേട്ടാൽ ആ വാക്കിന്റെ അർത്ഥതലങ്ങളെ ഏത് തരത്തിൽ എടുക്കുന്നുവോ അതിനനുസൃതമാണ് അവരൊന്നിനെ ഉൾക്കൊള്ളും. ഞാൻ പറയണത് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് വിശ്വാസ പ്രമാണങ്ങളൊക്കെ നമ്മളോട് പറയാത്തതിന്റെ കാരണം ഓരോരുത്തരും അവരവരുടേതായ മനസ്സിന്റെ താല്പര്യം അനുസരിച്ച് അതിനാണ് നമുക്ക് ഇത്രയും ദേവന്മാരെ തന്നത്. എല്ലാരും ഗണപതി ഭക്തരാണോ? അല്ല. എല്ലാരും കൃഷ്ണ ഭക്തരാണോ? അല്ല. ഓരോരുത്തർക്കും അവരവരുടേതായ മനസ്സിന് ഇഷ്ടത്തിനനുസൃതമായിരിക്കുന്ന ദേവതകളെ ഉൾക്കൊള്ളുവാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് തന്നിരിക്കുന്നത് അതുകൊണ്ടാണ്. അതാണ് സനാതന ധർമ്മത്തിന്റെ ഏറ്റവും വലിയ ദോഷം. അതുകൊണ്ട് നമുക്കെന്തില്ല? ചിട്ടവട്ടങ്ങളില്ല, ചട്ടക്കൂടുകളില്ല. മറ്റൊരാൾ പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കില്ല. അത് അങ്ങനെ ചെയ്യരുതെന്നല്ല, അങ്ങനല്ല ഇങ്ങനെ ചെയ്യൂ എന്ന് വരുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ആ ഒരു അതിനെക്കുറിച്ച് ആ ഒരു തലത്തിലേക്ക് എത്താൻ കഴിയാത്തതുകൊണ്ട്. അവൻ പറയണത് കേൾക്കണത് ഞാൻ എന്തിനാ കേൾക്കുന്നത്? എന്റെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ചു. ഈ ഒരു ഭാവം ഉണ്ടാകുന്നതോ അതിന്റെ ആ ബോധതലത്തിലേക്ക് ചെല്ലാത്തതുകൊണ്ട്. ക്ലിയറാവുന്നുണ്ടോ ഞാൻ പറയണേ? അപ്പൊ ആ ഒരു ചട്ടക്കൂടി ഇല്ലാത്തതിന്റെ കുഴപ്പം ഇന്ന രീതിയിൽ തന്നെ വേണം എന്നൊരു നിഷ്കർഷ നമുക്കില്ല. ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പം എന്തെങ്കിലും നീ കൊണ്ടുവന്നേ മതിയാവും നിർബന്ധമില്ല. ഉണ്ടോ? പക്ഷെ നമ്മൾ പറയാറുണ്ട് ഭഗവാനെ കാണാൻ പോകുമ്പോ എന്തെങ്കിലും ഒന്ന് കയ്യില് ഉണ്ടാവണം. അതുകൊണ്ട് അംബരീഷ മഹാരാജാവ് ചലിക്കാതെ പറയുന്നു ഭഗവാനെ പ്രാർത്ഥിച്ചു. അംബരീഷ മഹാരാജാവിന്റെ സുദർശന ചക്രം പുറത്തേക്ക് പുറപ്പെട്ടു. വേഗം തന്നെ കൃത്യയെ നശിപ്പിച്ചു. അതിന്റെ കഴിഞ്ഞപ്പോഴോ ആരാണോ ഈ കൃത്യയെ സൃഷ്ടിച്ചത് അവന്റെ പിന്നാലെ പറഞ്ഞു. ദുർവാസാവ് അവിടുന്ന് ഓടി. ആദ്യത്തെ മാരത്തൺ ഓട്ടം ഓടിയത് ദുർവാസാവാണ് പറയുന്നത്. ഉമ്മണി ഓട്ടമൊന്നുമല്ല ഓടിയത്. നേരെ ഓടി ഇന്ദ്രന്റെ അടുത്ത് ചെന്നു. ഇന്ദ്രനോട് പറഞ്ഞു, ഇന്ദ്രാദാ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ അംബരീഷന്റെ വ്രതം മുടക്കാൻ പോയതാ. എന്റെ പിന്നാലെ ആന്റെ സുദർശനിയൊക്കെ വരുന്നു, എന്നെ ഒന്ന് രക്ഷിക്കാം. ഇന്ദ്രൻ പറഞ്ഞു, ദുർവാസാവ് മഹർഷി ഇവിടെ നിന്ന എന്റെ കാര്യവും പോക്കാം, നിന്റെ കാര്യവും പോക്കാം. ഇവിടെ നിൽക്കണ്ട, ഇവിടെ ഓടിക്കോളെ.
ഉടനെ അവിടെ നോടി ബ്രഹ്മദേവന്റെ അരിക്കുന്നു. ബ്രഹ്മദേവൻ പറഞ്ഞു, എന്റെ പൊന്നുകുഞ്ഞേ, നീ ഇവിടെ നിൽക്കല്ലേ, സുദർശനത്തെ തടുക്കാനെന്നുള്ള ശക്തി എനിക്കില്ല, അതുകൊണ്ട് വേഗം പോയിക്കോളാം. അവിടുന്ന് ഓടി വൈക്കത്തപ്പന്റെ അടുത്ത് വന്നു. വൈക്കത്തപ്പ ഒരു ചിരി തിരിച്ചു എന്നാ പറയുന്നത്. ചോദിച്ചു, എന്താ പുത്ര ഇത്രയും അണച്ചു പിടിച്ച് ഓടി വരുന്നതെന്ന്. കാരണം ഭഗവാന്റെ അംശ ആണല്ലോ ആര്, ദുർവാസാവേ. പറഞ്ഞു, ഭഗവാനെ ഒന്നും പറയാൻ നേരമൊന്നുമില്ല, സുദർശനം പുറകിൽ വരുന്നുണ്ട്, എന്നെ ഒന്ന് രക്ഷിക്കണം. ഭഗവാൻ ഒരു വാക്ക് പറഞ്ഞു, നമ്മക്കൂടുള്ള ഒരു സന്ദേശം കേട്ടോ. വേണ്ടാത്തത് ചെയ്തേച്ച് ഇങ്ങോട്ട് വന്ന് രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ രക്ഷിക്കാൻ ഞാന് ആളല്ല. നമുക്കിട്ടുള്ള ഒരു വട്ടാട്ട ഞാൻ കാണുന്നത്. എന്താ അറിയാമോ, എന്ത് കാണിച്ചു അവിടെ എന്നിട്ട് എന്താ പറയും, ഭഗവാനെ നീ നോക്കിക്കോണേ. പണ്ടൊരു കൊച്ചൻ പറഞ്ഞോലെ, എന്റെ ഭഗവാനെ എനിക്കൊന്നും അറിയാൻ വയ്യ, നീ രണ്ടും അറിഞ്ഞോണേ. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഇവിടെ കിട്ടിയില്ല. എനിക്ക് ഒന്നും അറിയാൻ വയ്യ, നീ രണ്ടും അറിഞ്ഞോണേ എന്ന് പറഞ്ഞ പോലെ. അതുകൊണ്ട് നമ്മൾ ഈ എന്ത് കാട്ടിക്കൂട്ടിയിട്ട് ഭഗവാൻ ഇടത്തി എന്നാ ഭഗവാൻ നോക്കിക്കോളെന്ന് വിചാരിക്കരുത്. ധർമ്മമില്ലാത്തതിനൊന്നും ആരും കൂടെ നിൽക്കില്ല, ഭഗവാൻ കൂടെ നിൽക്കില്ല. ധർമ്മമില്ലാത്തതിന്റെ ഒരു കുശുമ്പാണ്. അത് അത്ര നല്ല സ്വഭാവമാണ്. അതെ. അപ്പൊ ഞാനിവിടെ ഇരിക്കണം, 7 മണി മുതൽ ഞാനിവിടെ നിരുക, ആർക്കും ഒരു സങ്കടവും ഇല്ല. 3 ദിവസമായിട്ട് പറയുന്നത് ആരെങ്കിലും ഒരു ഫാൻ കൊണ്ട് ആര് കൊണ്ടുവന്നോ അത് ഇട്ട് കഴിഞ്ഞാൽ സർവ്വ വിളക്കം കിട്ടുമോ. അതുകൊണ്ട് അത് അവിടെ ഷോയ്ക്ക് അവിടെ വെച്ചു, ആർക്കും ഒരു സങ്കടവും ഇല്ല. നിങ്ങൾക്കൊരു മിനിറ്റ് പോലും ഫാനിന്റെ കീഴിലല്ലാതിരിക്കാൻ വയ്യ. ബാക്കിയുള്ള എന്താ മെഴുകുതിരിയോ ഉരുകി തീരാൻ. ഒരു ഫാൻ മേടിച്ചോണ്ട് തന്റെ വീട്ടിലുണ്ടെങ്കിലും അവിടെ എടുത്തോണ്ട് തന്നെ പറഞ്ഞിട്ട് ഒരെണ്ണത്തിൽ എന്തോ നോക്കി, ഒരെണ്ണം അനങ്ങിയില്ല. എന്നിട്ട് ഇങ്ങനെ വന്ന ഉടനെ തിരിച്ചങ്ങോട്ട്. അതുകൊണ്ട് മഹാദേവൻ ദുർവാസാവ് അവിടുന്ന് ഓടി എവിടെ ചെന്നു, വൈകുണ്ഠത്തിലെത്തിയപ്പോ ഭഗവാൻ നല്ല ഒരു യോഗനിദ്രയാണ്. ഇതിന് പറഞ്ഞു വരാം, യോഗനിദ്ര ഒരു ഉറക്കത്തിലാണ്. മിക്കവാറും എല്ലാം ഭഗവാൻ അങ്ങനെ ഒരു അവസ്ഥയിലാണ്. ഞാൻ ആലോചിച്ചപ്പോ എന്താ കാരണം ഞാൻ ആലോചിച്ചപ്പോഴാണ് മനസ്സിലായേ, നല്ലൊരു ഭാര്യ അടുത്തിരിക്കണം. ആരാ? ലക്ഷ്മി ദേവി. എന്താ ചെയ്തുകൊണ്ടിരിക്കണേ? ഭഗവാന്റെ കാലെടുത്ത് വടി വെച്ചിട്ട് എന്താ ചെയ്തിരിക്കുന്നത്? ഇങ്ങനെ തടവിക്കൊണ്ടേയിരിക്കും. സ്നേഹമുള്ള ഭാര്യമാര് കാല് തടവാൻ ഉറങ്ങാത്ത ഭർത്താവും ഉറങ്ങിപ്പോവും. നമ്മളൊക്കെ തടവിയ ഭർത്താവ് എന്തോ ചെയ്യും? ഒരു തൊഴിൽ തന്നെ ചാടി എന്നിട്ട് അപ്പോഴേ പോകും. എന്താ കാരണം? അത്രയ്ക്കും നല്ല തടവ. ഞാൻ ചിലപ്പോ ആലോചിക്കാറുണ്ട്, നമ്മളിങ്ങനെ 4 കഴിയുമ്പോൾ അവൻ പറയും മതിയടി നിർത്തിയായി വിട്ടേ. എന്താണ് ഇനി മേലായ നമ്മൾ എന്തോ ചെയ്യാൻ വിളിക്കരുത്, മസാജ് ചെയ്യാൻ വിളിക്കരുതെന്ന് പറഞ്ഞു. വല്ലപ്പോഴും ഒക്കെ ഭർത്താക്കന്മാരുടെ ക്ഷീണിച്ച് വരുമ്പം ഒന്ന് കാലൊക്കെ തടവി കൊടുക്കണമെന്നാണ്. എന്താ കാരണം? പിന്നൊന്നും മിണ്ടത്തില്ല, അപ്പോഴേ കടന്നു പോയിട്ടുണ്ട്. അല്ലെങ്കിലും രാവിലെ എഴുന്നേറ്റ അവിടെ എന്താ വേണമെന്നാ പറയുന്നത്? ആരുടെ? ഭാര്യയുടെ. ഭർത്തൃപാദം തൊട്ട് വണങ്ങി വേണം ഒരു ഗൃഹനാഥ ഗൃഹത്തിൽ രാവിലെ എഴുന്നേറ്റാൽ ആദ്യം ചെയ്യേണ്ട ജോലി അതാ. അപ്പൊ അങ്ങനെ വല്ല ആണോ? ഒരു തട്ട് കൊടുത്ത് അങ്ങോട്ട് മാറി കിടക്കും. മനസ്സിലായി, എനിക്ക് എഴുന്നേറ്റ് പോയിട്ട് വേറെ പണിയുള്ളൂ, നിങ്ങൾക്ക് ഇവിടെ കിടന്ന് ഊർക്കം വലിച്ചാൽ മതി എന്ന് പറയും. ഭർത്തൃപാദം വണങ്ങി എഴുന്നേൽക്കുന്ന ഒരു സ്ത്രീയും ജീവിതത്തിൽ ഒരു അധോഗതിയിലേക്കും പോവില്ല. ഭർത്താവ് പോയി കട്ടൻ ചായ ഇട്ടുകൊണ്ട് മുമ്പിൽ വന്നിട്ട് എഴുന്നേക്കടേ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴാണ് നമ്മൾ എഴുന്നേക്കണം.
ഭർത്താവ് അടുത്തുള്ളപ്പോൾ ഭർത്തൃപാദവും ഭർത്താവ് അടുത്തില്ലാത്തപ്പോൾ ഭർത്തൃമുദ്രയും. ഇതാണ് ഒരു ഉത്തമ കുലജാതയായ സ്ത്രീയുടെ ധർമ്മം. അപ്പൊ ഒരാളിനോട് ചോദിച്ചു, സ്വാമി, ഭർത്താവ് വൈകുന്നേരം ഓടയില കിടക്കുന്നെങ്കിൽ അവിടെ ചെന്നും കാലേ പിടിക്കേണ്ട ആവശ്യമുണ്ടോ? എന്നിട്ട് ഞാൻ പറഞ്ഞു, അവിടെ ചെന്ന് തന്നെ കാലേ പിടിക്കണം, എടുത്തിട്ട് ഒറ്റ അടി കൊടുക്കണം നിലത്തോട്ട്. പിന്നെ അവ എവിടെ കിടക്കൂല, ഓടയെ കിടക്കൂല. ഞാൻ എന്റെ പൊളിച്ച് ഇതൊക്കെയാണ്. ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് ജീവിതത്തിൽ കൊണ്ടുവന്നിട്ട് വെച്ചാൽ അവർക്ക് വേണ്ടാത്ത ഇതെല്ലാം ഉണ്ടാക്കി കൊടുക്കാനാണ് കെട്ടിക്കൊണ്ട് വന്നെങ്കിൽ അവനെ കാലേ വാരി തന്നെ അടിക്കണം. അവനെ ഒന്നും വെച്ചു കുറിപ്പിക്കരുത്. എന്റെ പൊളിച്ച് അതുകൊണ്ട് അങ്ങനെയൊക്കെ ശീലിക്കണത് നല്ലതാ. നല്ല ഭർത്താക്കന്മാരൊക്കെ ആണെങ്കിൽ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഒരു പെണ്ണ് വിചാരിച്ചാൽ നന്നാവാത്ത ഒരു പുരുഷനും ഈ ലോകത്ത് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല എന്നതാ സത്യം. ആത്മാർത്ഥമായിട്ടൊരു സ്ത്രീ വിചാരിച്ചാൽ നന്നാവാത്ത ഒരു പുരുഷനും ഈ ലോകത്ത് ബ്രഹ്മാവ് സൃഷ്ടിച്ചിട്ടില്ല. പക്ഷെ ഈ ഭാര്യമാരെല്ലാം വിചാരിക്കുന്നത് വേണ്ടാത്ത സമയത്ത്. അതുകൊണ്ടായിക്കോട്ടെ, ഒന്നായ നിന്നേഹം മൂന്നാലായിട്ട് കണ്ടം നിഹാന്ന് പറഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് ഉപദേശിക്കാൻ ചെല്ലുന്നത്. അവൻ കേൾക്കുവോ? അവൻ തലയിൽ കയറുവോ? ആ സമയത്ത് ഇല്ല. സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ വിളിച്ചു പറഞ്ഞു കൊടുത്തു നോക്കി. സ്വാമി, ഞങ്ങളുടെ ഭർത്താക്കന്മാരൊന്നും അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അതിന്റെ ഒന്നും ആവശ്യമുണ്ടെങ്കിൽ നല്ല കാര്യം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ അതുകൊണ്ട് ഭഗവാൻ അങ്ങനെ നല്ല യോഗനിദ്രയില്ല. ചെന്ന് വിളിച്ചുണർത്തി ഒരു പരുവത്തിൽ ചോദിച്ചു, എന്താ ദുർവാസാവേ ഇങ്ങോട്ട് എത്തിയത്? പറഞ്ഞതാ, ഭഗവാനെ, അങ്ങയുടെ സുദർശന ചക്രം എന്റെ പിന്നാലെ കൂടിയിരിക്കുന്നത് എന്നെ ഇപ്പൊ ദഹിപ്പിക്കും, അതുകൊണ്ട് എന്നെ ഒന്ന് രക്ഷിക്കണം. ഭഗവാൻ പറഞ്ഞു, സോറി, കാരണം ഇപ്പൊ എന്റേതല്ല സുദർശന ചക്രം. ആരുടേതാ? അംബരീഷന്റേതാ. ഞാനത് പണയം വെച്ചിരിക്കുക. എന്നിട്ട് എന്താ ഇങ്ങോട്ട് വാങ്ങിയേ? അംബരീഷന്റെ ഭക്തി. അതുകൊണ്ട് ഇനി അതിനെ നിയന്ത്രിക്കാൻ ആർക്കേ ഉള്ളൂ അധികാരം? അംബരീഷന് മാത്രമേ ഉള്ളതോടെ അവിടെ തന്നെ ചെല്ലാം. തിരിച്ചോടി എവിടെ ചെന്നു? അംബരീഷ മഹാരാജാവിന്റെ അടുത്ത് നിന്ന്. അപ്പോഴത്തേക്ക് ഏതാണ്ട് 1 വർഷമായെന്നാ പറയുന്നത്. ഭൂമിയിൽ അത്രയ്ക്ക് ഓട്ടമായി. വേഗം തന്നെ എന്ത് ചെയ്തു? അംബരീഷ മഹാരാജാവ് പിടിച്ചെടുത്തൊരു മഹാത്മൻ, അങ്ങ് എന്റെ പാദത്തിൽ നമിക്കാന്ന് പറയാൻ അത്രയ്ക്ക് മഹാപാപിയാണോ ഞാൻ? സജ്ജനങ്ങൾ ഒരിക്കലും നമ്മുടെ പാദത്തിൽ നമസ്കരിക്കാൻ പാടില്ല. നമ്മൾ അവിടെ ചെന്ന് നമസ്കരിക്കണം. എന്താ കാരണം? നമ്മുടേതായിരിക്കുന്ന ദുരിതങ്ങളെ ആരേറ്റെടുക്കും? അവരേറ്റെടുക്കും. അതിനാ സജ്ജനങ്ങളെ കണ്ടാൽ നമിക്കണം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞവരുടെ കാലെ പോയി അമക്കി മാന്തി എടുക്കരുത്. അവര് നിൽക്കുന്നതിന്റെ താഴെ വേണേ തൊടാവും. പ്രത്യേകിച്ച് സന്യാസി ശ്രേഷ്ഠന്മാരെ കണ്ടാൽ അവരുടെ പാദത്തിൽ ഒരിക്കലും തൊടരുത്. അവർ നിൽക്കുന്നതിന്റെ താഴെ തൊട്ട് നമസ്കരിക്കുകയേ ആകാം. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഓരോന്നും ചെയ്യുമ്പോൾ അതിന് ഓരോ ഇതുണ്ട്. അതിനനുസരിച്ച് വേണം ഓരോന്നും ചെയ്യാൻ. ഞാനൊക്കെയാണ് യജ്ഞം കഴിഞ്ഞു പോയ 4 ദിവസമൊക്കെ കട്ടിലേക്ക് പൊങ്ങത്തില്ല. എന്താ കാരണം? ഈ മാന്തു അമക്കുക. അപ്പൊ നമ്മുടെ ജപവും തപവും ഒക്കെ ആർക്ക് പോകും? അങ്ങോട്ട് പോകും. നമ്മൾ അവസാനം കാലി ബലൂൺ പോലെ ആവും, കാറ്റെല്ലാം പോയ പോലെ ആവും. ദക്ഷിണ മേടിച്ചുകൊണ്ട് ഇവിടുന്ന് ഇറങ്ങി വീട്ടിൽ ചെല്ലുന്നതിനൊക്കെ തമ്പുരാന്റെ കാരണമുണ്ടെങ്കിൽ ചെല്ലുന്ന, അല്ലേ പണ്ടൊക്കെ കുരുപ്പ കുത്തേണ്ട കാലമൊക്കെ വേണം. കാശ് കിട്ടുമ്പോൾ നല്ല സുഖമാണ്. പക്ഷെ അതിൽ നിന്ന് കിട്ടുന്ന സാധനം ഇങ്ങോട്ട് മേടിച്ചു വെക്കാൻ അത്ര സുഖമുള്ളതല്ല. അതുകൊണ്ട് ഗുരുക്കന്മാരെ കണ്ടാൽ, ശ്രേഷ്ഠന്മാരായ ആചാര്യന്മാരെ, അവരെ വെച്ചാൽ സന്യാസി ശ്രേഷ്ഠന്മാരെ കണ്ടാൽ ഒരിക്കലും അവരുടെ പാദത്തിൽ തൊട്ട് നമസ്കരിക്കാൻ പാടില്ല. അതുകൊണ്ട് ആ സജ്ജനങ്ങളുടെ പാദത്തിൽ നമസ്കരിക്കണം. പാദത്തിൽ നമസ്കരിച്ച് അവരുടെ അനുഗ്രഹത്തെ പ്രാപ്തമാക്കണം എന്ന് പറയും. അതുകൊണ്ട് ഒരിക്കലും സജ്ജനം നമ്മുടെ പാദത്തിലേക്ക് വീഴാൻ പാടില്ല. അതുകൊണ്ട് പിടിച്ചെഴുന്നേപ്പിച്ചിട്ട് പറഞ്ഞു, അങ്ങ് ചെയ്യുന്നത് ശരിയല്ല. പറഞ്ഞു, ഹേ അംബരീഷ, ഞാനൊരു തെറ്റിദ്ധാരണയുടെ പുറത്തോടി വന്ന ഇന്ദ്രൻ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാ.
അങ്ങ് എടുത്തിരിക്കണ ഈ ഏകാദശി വ്രതം അങ്ങേക്ക് ആ ഇന്ദ്രലോകം അല്ലെങ്കിൽ ദേവലോകത്തിന്റെ ഇന്ദ്രപട്ടത്തിൽ ഇന്ദ്രന്റെ കസേരയിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ധരിച്ചാണ് ഞാൻ ഇങ്ങനെ വന്ന് അങ്ങയുടെ ഈ വ്രതത്തെ ഒന്ന് മുടക്കാനായിട്ട് നോക്കിയത്. പക്ഷെ എനിക്ക് മനസ്സിലായി അങ്ങേക്ക് അങ്ങനെ ഒരു യാതൊരുവിധ ആഗ്രഹവും ഇല്ലാന്ന് മനസ്സിലായി. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം. നമ്മളാണ് എന്തോ ഇതിന് അംബരീഷന്റെ സ്ഥാനം നമ്മളാണ് എന്താ പറയുന്നത്, എനിക്കിട്ട് പണിയാൻ വന്നാലല്ലേ അവിടെ നിൽക്കട്ടെ, അവനെ ഒന്ന് വിരട്ടിയിട്ട് തന്നെ ബാക്കി കാര്യം അല്ലേ. അംബരീഷൻ പറഞ്ഞു, ഭഗവാനോട് പറഞ്ഞു, ഹേ ഭഗവാനെ, ഞാൻ ഈ ജന്മത്തെന്തെങ്കിലും പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിന്റെ ഫലത്തെ സ്വീകരിച്ചുകൊണ്ട് ഈ സുദർശനം ഏതൊരു വിധത്തിലാണോ മുന്നേ എന്നിൽ അടങ്ങി നിന്നത് അതുപോലെ തന്നെ എന്നിൽ തിരിച്ചടങ്ങി നിൽക്കണം എന്ന് പ്രാർത്ഥിച്ചു. അതാണ് ഭക്തന്മാരുടെ ഗുണം. എന്താ, ഒരുത്തർക്കും ദോഷം വരുന്ന ഒരു ചിന്ത പോലും അവരുടെ മനസ്സിലുണ്ടാവില്ല. അവരെ ഇനി എത്ര ദ്രോഹിച്ചാലും അവർ നശിക്കണമെന്ന് അവർ ആഗ്രഹിക്കില്ല. അവരെ ദ്രോഹിച്ചാൽ ആര് തിരിച്ചു പണി കൊടുത്തോളൂന്നറിയാം? ഭഗവാൻ തിരിച്ചു പണി കൊടുത്തോളൂന്നറിയാം. അങ്ങനെയാണ്. ഭക്തൻ ഒരിക്കലും ഒരാൾ നശിക്കാൻ പറയില്ല. ഭക്തന്റെ സങ്കടം ഭഗവാൻ നേരിട്ട് കാണും. അതുകൊണ്ട് ഭഗവാൻ തന്നെ അതിന് കൊടുക്കേണ്ട മറുപടികൾ കൃത്യമായിട്ട് കൊടുത്തിരിക്കും. ഭഗവാനെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ ആരുടെയും ജീവിതത്തിൽ ഈ ദുരിതങ്ങൾ കൂടുതൽ കാലം നിലനിൽക്കില്ല, അടിച്ചെടുത്ത് കളയും. ഭഗവാൻ അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഭഗവാന്റെ നാമം ജപിച്ച് നടക്കുന്നവരെ ഭഗവാൻ സുദർശനം കൊണ്ട് തന്നെ രക്ഷിച്ചു. എന്തെങ്കിലും തിരിച്ചു കയറി വന്നാൽ അത് അപ്പോഴേ ദഹിപ്പിച്ചു കളയും. അതാണ് ഭഗവാന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ടാ പറയുന്നത്, ഈ വെല്ലോന്റെ ഒക്കെ അടുത്ത് എന്നേച്ച് വലിയ ഞഞ്ഞാമുഞ്ഞ പറയാൻ ചെന്നു കഴിഞ്ഞാൽ അവന് ഏത് സൈസാന്നുള്ളത് അറിയില്ല. കാണുമ്പോൾ വലിയ ഗമയും പ്രൗഢിയും ഗെറ്റപ്പും ഒന്നും കാണത്തില്ല. പക്ഷെ അവന്റെ കൂടെ ഉള്ളത് ഏതൊക്കെ സൈസാന്നുള്ളത് തിരിച്ചറിയാൻ നമുക്ക് കഴിയാത്തത് കൊണ്ട് നാളെ നമുക്കത് ദുരിതമായിട്ട് വരും. അതുകൊണ്ടാ ഈ ചില ആൾ എന്താ പറയാ, നമ്മുടെ മനസ്സിന് ഇണങ്ങുന്ന തരത്തിലുള്ള വേഷവിധാനമൊന്നുമില്ല. ഇച്ചിരി മുഷിഞ്ഞ് നാറിയ വസ്ത്രമൊക്കെ എടുത്തുകൊണ്ടാ വരുന്നത്, അല്ലെങ്കിൽ ഇച്ചിരി ഒരു ഇതുപോലെ വരുന്ന ഉടനെ നമ്മൾ അവനെ പറയാവുന്നതൊക്കെ പറയും. പക്ഷെ അവന്റെ കൂടെ ഉള്ളത് ആരാന്ന് നമുക്ക് അറിയാൻ കഴിയത്തില്ല. ചിലപ്പോ ഇതുവഴിയാ പണി വീട്ടിലെത്തുന്നതെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആരെയും നിന്ദിക്കാൻ പോകരുത്. വന്ദിച്ചില്ലെങ്കിലും നിന്ദിക്കാൻ പാടില്ല. കാരണം ചില ഗുരുക്കന്മാരെയൊക്കെ കണ്ട അവർ ഏത് വേഷത്തിലാണ് നടക്കുന്നത് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അത്രയ്ക്ക് നമുക്ക് കണ്ട അറപ്പ് തോന്നുന്ന വിധത്തിലായിരിക്കും ചില ഗുരുക്കന്മാർ നടക്കുന്നത്. പക്ഷേ അവരൊക്കെ തപസ്സിന്റെ അങ്ങേ അറ്റമെത്തിയ ആൾക്കാരാണ്. അവരൊക്കെ ഉപാസിച്ചു വെച്ചിരിക്കുന്നത് ഏത് തരത്തിലുള്ള മൂർത്തികളെയാണെന്നും നമുക്കറിയാൻ കഴിയില്ല. ഇപ്പൊ നമ്മൾ കളിയാക്കുന്ന നാഗ സന്യാസിമാരുടെ തുണി എടുക്കാത്ത കുംഭമേളയ്ക്ക് ഭഗവാന്റെ കാരുണ്യം കൊണ്ടൊന്ന് പോയി പങ്കെടുക്കാനോ തുണി 144 വർഷം കഴിഞ്ഞല്ലേ പറ്റൂ. അപ്പോഴത്തേക്ക് എനിക്ക് 199 വയസ്സാവും. അന്നേരം പോകാൻ പറ്റുമെന്ന് അറിയാൻ പറ്റില്ല. അന്നേരം നടക്കാൻ കഴിഞ്ഞില്ലേ എന്ന് തോന്നും. അന്നേരം ഞാൻ ഇവിടെയൊക്കെ തന്നെ 144 വർഷം കൂടെ കഴിയുമ്പോഴും ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. ഒരു സംശയം വേണ്ട. അപ്പോഴത്തേക്ക് 104 വയസ്സാവും എനിക്ക്. അന്നേരം ഞാനിവിടെ ഉണ്ടാവും, സംശയമില്ല. കാര്യം നിങ്ങൾ കാണത്തില്ല, ഞാനിവിടെ ഉണ്ടാവും. ഈ ശരീരത്തിലല്ലെന്നുള്ളത് വേറെ ഏതെങ്കിലും ഒരു ശരീരത്തില് ഞാനിവിടെ കാണും. അപ്പോ അന്ന് ചെന്നപ്പോ കണ്ട ഒരു ഇതെന്താന്ന് ചോദിച്ചാൽ, ഒരു നൂൽബന്ധം പോലും ഇല്ലാതെ കൊടും തണുപ്പത്ത് ഞാനൊക്കെ ജാക്കറ്റും ഒക്കെ ഇട്ട് അതിന്റെ മുകളിൽ ഷാളും ഒക്കെ പുതച്ച് മങ്കി ക്യാപ്പും ഒക്കെ വെച്ച് അവിടെ ഒക്കെ ഇങ്ങനെ നടക്കുന്നുടനെ ഒരു നൂൽബന്ധം പോലും ഇല്ലാതെ ഒരു ഡമരും കൈ പിടിച്ച് അല്ലെങ്കിൽ ഒരു ശൂലം കൈ പിടിച്ച് പോയേക്ക ഭസ്മം വാരി പൂശി അതിശയിച്ചു പോകും നമ്മള്. ഒരു സംവിധാനം, ഒരു ടെന്റ് കിട്ടിയിട്ട് ആ ടെന്റിനകത്താണ് കിടക്കുന്നത്. ഒരു മഹാത്മാവിനെ കണ്ടു, വർഷങ്ങളായിട്ട് കിടന്നുറങ്ങിയിട്ടില്ല, ഇരുന്നിട്ടില്ല നിലത്ത്. എന്റെ കിടപ്പുണ്ടാ ഫോട്ടോ. വർഷങ്ങളായിട്ട് കിടന്നില്ല. ഒരു തൊട്ടിൽ ഒരു സാധനം കിട്ടും, അതേ മുട്ടുകുത്തി ഇങ്ങനെ നിന്നേക്കാം. ആ നിപ്പിലാണ് ചായ കുടിക്കണതും ഭക്ഷണം കഴിക്കണതും എല്ലാം. നിലത്തിരിക്കുന്ന പരിപാടിയില്ല, കിടന്നുറങ്ങുന്ന പരിപാടിയില്ല. അവിടെ നിന്ന് തോന്നി നമ്മളെ കൊണ്ട് പറ്റുമോ അങ്ങനെയൊക്കെ?
ആലോചിച്ച് നോക്ക്. അപ്പൊ ആ തപസ്സിന്റെ കാഠിന്യം എത്രയാണെന്ന് ആലോചിച്ച് നോക്കുക. അവരെയാ നമ്മൾ കളിയാക്കുന്നത് അപരിഷ്കൃതർ. ഈ വിളിക്കുന്ന നിനക്ക് പോയി ഇരിക്കാൻ പറ്റുമോ? ഹിമാലയത്തിന്റെ മണ്ടയ്ക്ക് ഒരു സെക്കൻഡ് വേണ്ട, അതിന്റെ പകുതിക്ക് അര സെക്കൻഡ് നിനക്ക് അവിടെ ചെന്ന് ഒരു തുണിയില്ലാതിരിക്കാൻ പറ്റുമോ? അപ്പൊ അവരെത്രമാത്രം ഈ ശരീരത്തെ അടക്കി ശീത ഉഷ്ണങ്ങളെ എല്ലാം ഒരുപോലെ തടഞ്ഞു നിർത്താനല്ലേ, അതിനെ പിടിച്ചു നിർത്താൻ കഴിയുന്ന തലത്തിലേക്ക് അവർ എത്രമാത്രം ഉയർന്നു എന്ന് നോക്കൂ. എന്തുകൊണ്ട് അവർക്ക് എങ്ങനെ നടക്കാൻ പറ്റുന്നത്? ശരീരബോധം ഇല്ലാത്തതുകൊണ്ടാണ്. ഞാൻ ശരീരമല്ലെന്നുള്ള ചിന്ത കൊണ്ടാണ്. ഞാൻ ആ ശിവനാണെന്നുള്ള ബോധം ഉള്ളിൽ ഉറയ്ക്കുന്നതുകൊണ്ട് അതേ നാണക്കേട് തോന്നും. നമുക്ക് നാണക്കേട് തോന്നും. പക്ഷെ അവർക്ക് തോന്നുന്നതാ, അവർ ഈ ശരീരത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ലെന്ന് മാത്രമല്ല, ആര് കണ്ടാലും അവർക്കതൊരു വിഷയമല്ല. മാനാപമാനങ്ങളെല്ലാം വിട്ടുപോയവരാണ്. പൂർണ്ണമായിട്ടും ആ ഭഗവാനിലേക്ക് വിലയം പ്രാപിച്ചവരായതുകൊണ്ട് അവർക്ക് ആ നാണക്കേടൊന്നും തോന്നാതെ. ചിന്തിച്ചു നോക്കണം. നമ്മളിവിടെ തൊഴാൻ നിൽക്കുമ്പോൾ നമ്മുടെ ഒരു തുണിയുടെ ഒരു അറ്റത്തായിട്ട് പോയി അതായത് നമ്മൾ തൊയ്യും. എല്ലാം ഇരുന്നുറങ്ങുമോ? ഞാൻ നിർത്താൻ പോകും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇല്ല എന്തോന്ന് പോലെ കണ്ണുവരും. ഇങ്ങനെ ഒന്ന് നോക്കും. ഞാൻ കാണുന്നുണ്ടോ? നീ നാളെ വരുമ്പോ ഒരു കവട്ടക്കപ്പോടെ കൊണ്ടുവരണം. ഫോളെ ഒന്ന് പോ. എനിക്ക് ഇതൊക്കെ കാണുന്നത് എനിക്ക് സന്തോഷമാണ്. എനിക്കിതൊക്കെ കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ്. അതാണ് എന്റെ മനസ്സിന് ദുഃഖമൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കിതൊക്കെ കാണുമ്പോൾ സന്തോഷം. അതുകൊണ്ടല്ലേ എനിക്കിങ്ങനെ ചിരിക്കാൻ പറ്റുന്നത്. ഇന്ന് 3-ാം ദിവസമായില്ല. നിങ്ങൾ ചിരിക്കാത്ത ഒരു മുഖം എൻ്റെ കണ്ടോ? കണ്ടോ കണ്ടോന്ന്? ഇല്ല, എന്റെ മുഖം എപ്പോഴും ഇങ്ങനെ ഇരിക്കും. കാരണം എന്താ? എനിക്ക് സന്തോഷമാണ്. ദുഃഖങ്ങളെ ഒന്നും ഞാൻ അങ്ങനെ വലിയ കാര്യമായിട്ട് എടുക്കാറില്ല. എന്ത് വന്നാലും അത് അങ്ങനെ നോക്കിക്കൊള്ളുന്നതുകൊണ്ട് അതൊന്നും വലിയ മൈൻഡ് ചെയ്യാറില്ല. എന്താ വന്നാലും സന്തോഷമാണ്. അങ്ങനൊന്നും ആവണമെന്നേ. മനസ്സിനെ ആ ഒരു നിലയിലേക്ക് വളർത്തിയെടുക്കണം. ഭഗവാൻ നോക്കിക്കോളൂ. ഒന്ന് ഉറപ്പിച്ചു വെച്ച് ഒരു ടെൻഷനും ഉണ്ടാവില്ല, ഒരു സങ്കടം ഉണ്ടാവില്ല. ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് എന്താ കാര്യങ്ങളൊക്കെ ഭഗവാൻ അറിയാം. അച്ഛനും അമ്മയ്ക്കും അറിയില്ലേ മക്കൾക്ക് എന്താ വേണ്ടതെന്ന്? ഇല്ലേ? അറിയില്ലേ? ചോദിക്കണം, അച്ഛാ എനിക്ക് ഇന്നത് വേണമെന്ന് വേണ്ട. അതുപോലെ ഭഗവാൻ നോക്കിക്കോളും. ഞാൻ ഭഗവാന്റെ പുത്രനാണെങ്കിലും ഭഗവാനെ അറിയാം എനിക്ക് എന്താ വേണ്ടതെന്ന്. എനിക്കറിയാം. അത് ഭഗവാൻ എനിക്ക് കൊണ്ട് തന്നോളൂ എന്ന് ഉറപ്പിച്ചാൽ എന്താ കുഴപ്പം? പിന്നെ നമുക്ക് സങ്കടം ഉണ്ടാവില്ല. നഷ്ടപ്പെട്ടാലും സങ്കടവും ഇല്ല, കിട്ടിയാൽ വലിയ സന്തോഷവും തോന്നില്ല. ഒരു മില്യൺ എന്റേത് പോയി. വീട്ടിൽ വിളിച്ചപ്പോ അമ്മ പറഞ്ഞു, മക്കളെ തപ്പി എടുക്കണം. അവിടെ പറഞ്ഞത് നീ കൊണ്ടുപോയി തപ്പി എടുത്തോണ്ട് കൊടുത്തിട്ട് നിന്നെ അവനെ കൊണ്ട് ഇങ്ങോട്ട് വരാവോ? ഞാൻ പറഞ്ഞു പോയത് പോയി. 1 മില്യൺ പോയത് പോയി. അത് ആ വഴിക്ക് പോയി. എനിക്ക് കുത്തിരുന്ന് ഇറങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അങ്ങേര് തീരുമാനിച്ചു നീ ഇപ്പൊ അങ്ങനെ വലിയ മാലയൊന്നും ഇട്ട് ചെടിക്കാൻ അവിടെ ഇരിക്കേണ്ടതാവുകയില്ല. ഇതൊക്കെ ഇട്ടുകൊണ്ട് അവിടെ ഇരുന്നാൽ മതി. അങ്ങേര് തീരുമാനിച്ച പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെങ്കിൽ അങ്ങനെ അതൊക്കെ ഭഗവാൻ ഇച്ഛയെന്ന്. എത്രയും എനിക്ക് എന്തോ പോകാനുണ്ടായിരുന്നു, അത് ആ വഴിക്കൊക്കെ പോയി. ചിന്തിച്ചാൽ മതി. ഞാൻ പറയില്ലേ, നഷ്ടപ്പെടുന്നതിനെ ഓർത്ത് സങ്കടപ്പെടാതിരിക്കുക. അതിലും വലുതെന്തോ പണ്ടൊരുത്തം പറഞ്ഞു, ബൈക്ക് കൂട്ടി ഇടിച്ചിട്ട് ഒരുത്തരം തല തെറിച്ചങ്ങ് പോയി കഴുത്തേന്ന്. വല്ലതും പറ്റിയോ? ഒന്നും പറ്റിയില്ല. തല തെറിച്ചങ്ങ് പോയി. ഇതിലും വലുതെന്തോ വരാനിരുന്നതായിരുന്നു. ഇത് ഇങ്ങനെ തീർന്നു. അങ്ങനെ അങ്ങോട്ട് ചിന്തിച്ചാൽ എന്നാ കുഴപ്പം? ഇതിലും വലുതെന്തോ വരാനിരുന്നത് അങ്ങനെ അങ്ങ് തീർത്തു ഭഗവാൻ. 2 കണ്ണ് പോകണ്ടെങ്കിൽ ഒരു കണ്ണ് കളഞ്ഞു ഭഗവാൻ കാത്തു തന്നെ എന്ന് ചിന്തിച്ചാൽ പോരെ. ഒരു കണ്ണ് കാണാൻ തന്നല്ലോ എനിക്ക്. നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ എന്താ കഴിയാത്തതെന്നല്ലേ ചോദ്യം. അങ്ങനെ കഴിയണം. അതിനായി അമ്പലത്തിൽ വരുന്നതും തൊഴുന്നതും നാമം ജപിക്കുന്നതും ഇതൊക്കെ കേൾക്കണതും എല്ലാം അതിനാണ്. അങ്ങനെ നിങ്ങൾ അങ്ങോട്ട് ചിന്തിക്കാൻ നിങ്ങൾക്ക് ദുഃഖമേ ഇല്ല. പിന്നെ ജീവിതത്തിൽ ഒരു ദുഃഖം ഉണ്ടാവില്ല ജീവിതത്തിൽ. പിന്നെ നിങ്ങൾക്ക് എപ്പോഴും ആനന്ദമാണ്. എപ്പോ നോക്കിയാലും നിങ്ങളുടെ മുഖത്ത് പ്രസന്ന ഭാവം ഉണ്ടാവും.
കടന്തല കുത്തിയ പോലെ ഇരിക്കത്തില്ല. ഇപ്പൊ എപ്പോ നോക്കിയാലോ ഇങ്ങനെ അമ്മടി ഇരിക്കും. എന്താണ് ആരെങ്കിലും നമ്മുടെ മുഖത്തോടൊക്കെ ഉള്ള സന്തോഷം കൂടെ അവരുടേത് പോയി കിട്ടും. ചിരിക്കാൻ കഴിയണം, ആരെ കണ്ടാലും ചിരിക്കാൻ കഴിയണം, ഒരു നമസ്തേ പറയാൻ കഴിയണം. ലോകം ഇന്നലെ കൂടെ നടന്നു കഴിഞ്ഞാൽ എന്തോ കിട്ടാനോ. നിങ്ങൾ ഈ ജീവിതത്തിൽ ഇത്രയും കാലം ചിരിച്ചതിനേക്കാൾ കൂടുതൽ ഇവിടെ വന്നിട്ട് ഈ 2-3 ദിവസം കൊണ്ട് ചിരിച്ചിട്ടുണ്ടാവൂലേ? ഇല്ലേ? ഞാനെന്തോ ടാറ്റയുടെ കൊച്ചുവാനായിട്ടാണ് ഇരിക്കുന്നില്ല. അല്ല. പക്ഷെ ആനന്ദം കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കണം ജീവിതത്തിൽ. ഒരാളെ കാണുമ്പോൾ ഒരു നമസ്തേ പറഞ്ഞാൽ ഒന്ന് ചിരിച്ചാൽ എന്താ കുഴപ്പം? എന്തോ നഷ്ടപ്പെടാനാ? എന്നേക്കാൾ വലിയ വേറെ ആരെന്ന് പറയാം നമ്മളവിടെ. പിന്നെ അങ്ങനെ ചിരിക്കുന്ന മുസ്ലിം പെരുപ്പിച്ച് കൊടുക്കുക, കക്ഷത്തിൽ 2 കട്ടയൊക്കെ വെച്ചിട്ട് ഈ പിടിച്ചു പുറകോട്ട് വന്നില്ലേ അങ്ങനെ ഇരിക്കും. പിന്നെ ഒടിച്ചു മടക്കി മറ്റേനകത്ത് കൊണ്ട് വെക്കേണ്ടി വരും. നമ്മളെ കൊണ്ട് പറ്റുന്ന ഉപകാരം ചെയ്യടേ, നീ ഒന്ന് ചിരിക്ക്. അവന് ചിലപ്പോ ആ ഒരു ചിരി കൊണ്ടായിരിക്കും അവന്റെ മനസ്സ് നിറയണത്. അല്ലെ ഒരുത്തനെ ഒന്ന് ചേർത്ത് പിടിക്കുമ്പോഴായിരിക്കും അവൻ ചിലപ്പോൾ വലിയൊരു ദുരന്തത്തിൽ നിന്ന് അവനെ ചേർത്ത് പിടിക്കാൻ ഒരാളുണ്ടെന്നുള്ള തോന്നലുണ്ടാവുമ്പോ അവൻ ചിലപ്പോൾ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അല്ലേ? ഇപ്പൊ നമ്മൾ മനുഷ്യനാണ് പറയുന്നത്. എന്താണേ കാര്യം? ഒരു മനുഷ്യ കോലമായിട്ട് മാറുന്നത്. ചിരിക്കാൻ പഠിക്കുക. എപ്പോഴും ചിരിച്ചോട്ടെ എന്നാ നാട്ടുകാർ പറയും വട്ടെന്ന് പറയും. പറഞ്ഞോട്ടെ, അതെന്തുകൊണ്ട്? അവർക്ക് വട്ടായോണ്ടാ പറയാം നമുക്ക് വട്ടാന്ന്. വട്ടുള്ളവർ ഒരിക്കലും പറഞ്ഞിട്ടില്ലെന്നവരെ എനിക്ക് വട്ടാന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. വട്ടില്ലെന്ന് പറയുന്നവൻ അവൻ വട്ടനാന്ന് പറയുന്നത്. അത് അവന്റെ വട്ടുകൊണ്ടാ. നിങ്ങൾ എന്റെ അടുത്ത് 7 ദിവസം നിങ്ങളുടെ പകുതി ടെൻഷൻ ഇല്ലേ? അത് നിങ്ങളുടെ കുഴപ്പം കൊണ്ട്, എന്റെ കുഴപ്പം കൊണ്ടല്ല. അപ്പോ പോട്ടെ, ഇവിടെ ഇരിക്കുമ്പോഴെങ്കിലും എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? ഇല്ല. പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോഴേ ഉള്ളൂ. അതെന്റെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്തായാലും അങ്ങനെ ദുർവാസാവിന് ആ നിഗ്രഹിക്കാനായിരുന്ന സുദർശനത്തെ തന്നിലേക്ക് ആരടക്കി? അംബരീഷ മഹാരാജാവ് അടക്കി. അങ്ങനെ ഭക്തിയുടെ ഏറ്റവും ഉത്തുംഗ ശൃംഗത്തിലേക്ക് അംബരീഷ മഹാരാജാവ് നിൽക്കുന്ന ഭക്തനായിട്ട് മാറി. എന്താ നമുക്ക് തരുന്ന ഉപദേശം? ഭഗവാനോട് പരമമായ ഭക്തി ഉണ്ടെങ്കിൽ, യാതൊന്നും ആഗ്രഹിക്കാതെയാണ് ഭഗവാനെ പ്രാർത്ഥിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഭഗവാന്റെ അരികിലേക്ക് ചെല്ലണതായെങ്കിൽ, ഭഗവാൻ എന്തു തരത്തിലും എന്ത് ചെയ്യും? നമ്മെ സംരക്ഷിക്കും. കാമങ്ങളില്ലാതെ, ആഗ്രഹങ്ങളില്ലാതെ ഭഗവാന്റെ അരികിലേക്ക് ചെല്ലുക. തന്നെ ദ്രോഹിച്ചവരെ പോലും ദ്രോഹിക്കണം എന്ന് തോന്നാതെ ഇരിക്കുക. കഴിയും വിധത്തിൽ സജ്ജനങ്ങളെ ആദരിക്കുക. ഭഗവാന്റെ തിരുനാമങ്ങളെ നിരന്തരമായിട്ട് ജപിക്കുക. ഇത്യാദിയായ കർമ്മങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിച്ചു തുടങ്ങിയാൽ ഭഗവാൻ നമ്മളെ ഇനി ഒന്നുകൂടെ ഈ ഭൗതിക ജീവിതത്തിലേക്കൊന്ന് പറഞ്ഞു തരാം. വല്ലോരും പറയുന്നേ കേട്ടിട്ട് എടുത്തു ചാടി എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ പറഞ്ഞു വിട്ടോൻ കൂടെ കാണത്തില്ല. അതാ ദുർവാസാവ് വിട്ട ഇന്ദ്രൻ പറഞ്ഞു വിട്ടതാ. ഇന്ദ്രന്റെ അടുത്ത് ചിലപ്പോ ഇന്ദ്രൻ എന്താ പറഞ്ഞേ? ഇവിടെ നിൽക്കണ്ട, എന്നെ കൊണ്ട് രക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വല്ലോനും പറയുന്ന കേട്ട് എടുത്തു ചാടി വേണ്ടാത്ത വഴിക്കൊന്നും പോവരുത്. ആരും കൂടെ അപകടമുണ്ടാകുമ്പോ ആരും കൂടെ സംരക്ഷിക്കാൻ കാണത്തില്ല. അതുകൊണ്ട് ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് ഭംഗിയായിട്ട് ചിന്തിച്ചിട്ട് മറ്റുള്ളവന്റെ വാക്ക് കേട്ട് എടുത്ത് ചാടി പോകാം. പിടികിട്ടിയോ? പറഞ്ഞ പോലെ തന്നെ 8:30 ആയപ്പോ ഞാനത്